തേക്കിൻ കാർഡും ഫ്ലവേഴ്സും ചേർന്നൊരുക്കുന്നു ആരവം നിറയ്ക്കുന്ന തേക്കിൻ കാർഡ് കാർണിവൽ 2021 നവംബർ 2 ദുബായ് എറ്റിസലാറ്റ് അക്കാദമിയിൽ. ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ കാര്യക്കാരെ വിളിക്കാം. ലെറ്റ്സ് വെൽക്കം നസീറിക്ക, ബിജുക്കുട്ടൻ ചേട്ടാ, പ്രസാദ് ചേട്ടാ. പിന്നെ ആദ്യത്തെ സ്കിറ്റ് ഇങ്ങനെ വെക്കാം. ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെ, നമ്മുടെ ഐറ്റം വേറെ ടീം മാസ്. അപ്പൊ മനോജ് വലഞ്ചുഴി, പിന്നെ അജേഷ് റാന്നിയൻ, സുമി. നല്ല കൈഡി. നല്ല അന്തസ്സായിട്ട് ചോറുണ്ട്, അടിപൊളി മീൻകറി, ചിക്കൻ ഫ്രൈ, പുളിശ്ശേരി, തോരൻ, ആർക്കും കൊടുക്കാതെ ഒറ്റയ്ക്ക് തന്നെത്താൻ ഉണ്ടാക്കി തിന്നുമ്പോൾ ആ സ്വാദുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാ. മീൻ മുള്ളു പോലും ഞാൻ കാക്കിക്ക് കൊടുക്കത്തില്ല. അത് ഉണക്കി ഫ്രെയിം ചെയ്ത് ഞാൻ ഷോക്കേസിൽ സൂക്ഷിക്കും. അങ്ങനെ കാരണം ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നതാണ്. ഇപ്പൊ കെട്ടിയാലുണ്ടായിരുന്നെങ്കിൽ അതെടുക്കടി, ഇതെടുക്കടി, മറ്റേതെടുക്കടി എന്ന് പറഞ്ഞിട്ട് എന്തോ ഭരണമാണെന്നറിയാവോ? അതുകൊണ്ടാണ് ഞാൻ കല്യാണം കഴിക്കാത്തത്. അല്ലെങ്കിൽ ഒരു പെണ്ണ് കല്യാണം കഴിച്ചില്ലെങ്കിൽ എന്തോ കുഴപ്പം. ആർക്കും അത്ര നിർബന്ധം അല്ല ചില ആൾക്കാർക്ക് പിടിക്കത്തില്ല. പ്രത്യേകിച്ച് അപ്പുറത്ത് താമസിക്കുന്ന അപ്രതീക്ഷനെ പോലുള്ള ഒരു പേര്, എവിടെയില്ലാത്തൊരു പേരവന്റെ. അത് കേൾക്കുമ്പോഴേ അറിയാം അവന്റെ സ്വഭാവം. അല്ലെങ്കിൽ ഈ വീണ സ്വന്തമായിട്ട് എല്ലാം ഉണ്ടാക്കുന്നുണ്ട്, തന്നെത്താനെ വെച്ച് കഴിക്കുന്നുണ്ട്, അന്തസ്സായിട്ടാ ജീവിക്കുന്നത്. ഈ വീണ ഒറ്റയ്ക്ക് മതി, ഈ PK വീണ ഒറ്റയ്ക്കും മതി. ഒറ്റ കമ്പിനാദം മാത്രം മൂളും വീണാഗാനം. നല്ല ഒന്നാന്തരം വാക്കത്തി അടുക്കള ഇരിപ്പുണ്ട്. എടുത്തോണ്ട് വന്ന ഒറ്റ കമ്പി വെട്ടി ഞാൻ അങ്ങ് മുറിക്കും. ഏതോ താളം ഏതോ രാഗം. അതെ, സംഗീതം പാർന്ന ആളോട് പോയി ചോദിക്കണം ഏത് താളമാന്ന് ഏത് രാഗമാന്ന്. എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് എന്തുവാ? നിങ്ങൾക്കോ? അല്ല നമുക്ക് എന്തുവാ? നമ്മളോ? എങ്ങനെ വിളിക്കുന്നത്? നമ്മളെന്നൊക്കെ ഉച്ചാരിക്കുന്നത് സൂക്ഷിച്ചും കണ്ടും വേണം കേട്ടല്ല. എന്താ നമ്മളെന്ന് പറയുമ്പോ നാക്കിന്ന് മൂക്കി കയറൂ? എടാ, നിന്റെ നാക്ക് ഞാൻ പിഴുതെടുത്ത് നിലത്ത് വെച്ച് അത് ഞാൻ പിച്ചാത്ത് ഞാൻ രാഘു എന്നെ കൊണ്ട് ചെയ്യിക്കരുത്. ഇത് കണ്ടോ കണ്ടെങ്കിൽ എന്താടാ? ഇന്നലെ വാങ്ങിച്ച പുതിയതായത് ആണോ? ആരെയും കൊണ്ട് നിന്റെ അച്ഛനെ കൊണ്ട് കൊടുക്കും. നിന്റെ അച്ഛനോട് കൊടുക്കാനെന്ന് ഞങ്ങൾ ആ പാമ്പ് പിടിച്ച എന്റെ അച്ഛനെ എന്തെങ്കിലും പറയാൻ കണ്ടല്ലോ. അയ്യോ, പാവം പിടിച്ച അച്ഛനാ പോലും. ഇവർ അച്ഛനൊരു വൃത്തിയായിട്ട സ്വഭാവം ഉണ്ട്. എന്താണെന്നറിയാവോ? ഈ മൂക്കിലെ രോമം പിടിച്ച് ഇങ്ങനെ വലിച്ചിട്ട് തുമ്മും. എന്റെ അച്ഛൻ സുഖിച്ച് ജീവിക്കുന്നത് നിങ്ങൾക്ക് എന്താ കുഴപ്പം? സുഖിച്ച് ജീവിക്കും. ഇങ്ങനെ അങ്ങ് നടക്കും അവര്. എന്തുവാ? വേറെ കാര്യമുണ്ട്. ഞാനോട് പിണങ്ങിയൊക്കെ ജീവിക്കുന്നത് സൂക്ഷിച്ചു വേണം. ഈ പിണങ്ങിയൊക്കെ ജീവിക്കുന്നത് സൂക്ഷിച്ചു വേണം. എന്താ പിണങ്ങി? ഈ രാത്രിയിലൊക്കെ എന്തെങ്കിലും സംഭവിച്ചാൽ ഞാനേ ഉള്ളു വരാൻ. എന്താ പകല് സംഭവിക്കത്തില്ലേ? അത് സംഭവിച്ചു കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ വരത്തില്ലേ? രാത്രിയിലാകുമ്പോ ഞാൻ ഒറ്റയ്ക്ക് മതിയല്ലോ. ആ ശബ്ദം കേട്ടോ? എന്തുവാ? ഞാൻ നിന്റെ പുറം നെടുവിന് അടിച്ചതാ. എപ്പൊ പെരുത്തിരിക്കുവന്നു? എവിടെ അടിച്ചത്? ഇവിടെ. അതാരാ അവിടെ കിടന്ന് ഓടുന്നത്? അയ്യോ, അതാ ചിട്ടിക്കാരൻ ധനേഷ് ഇല്ലയോ? ധനേഷ് അവനാണ് സത്യം പറയാമല്ലോ ഈ പഞ്ചായത്തിൽ ഇതുപോലെ തങ്കക്കുടം പോലൊരു ചെറുക്കനില്ല. നല്ല സ്വഭാവം. ഞാൻ അവനോട് ഈ പൈസ ഇച്ചിരി ആവശ്യം ഉണ്ടെങ്കിൽ അവൻ പലിശക്കൊക്കെ തരും. അവനോടാ ചോദിക്കുന്നത്. അല്ലാതെ അപ്പുറത്താണ്ട് വന്നിട്ട് പോയില്ലയോ ഒരുത്ത വേന്ദ്രന്? അവന്റെ ഈ വായുടെ ഇവിടെ ആയിട്ടൊരു പാട് കണ്ടായിരുന്നു. അത് മീശല്ലത്. അത് ഈ പെണ്ണുങ്ങളെ കാണുമ്പോൾ വായിന്ന് വെള്ളം ഒലിച്ചോണ്ടായ പാടാണ്. അത് ജന്മനാവളമല്ല അവന്. ഇവനാ കണ്ടു പഠിക്കണം. അത് ധനേഷ് എങ്ങനാ ജീവിക്കുന്നതെന്ന് കണ്ടു പഠിക്കണം. തോന്നി കിടന്നോടുവാ അവന്. എന്തോടാ? പട്ടി ഓടിക്ക് വന്നേ. പട്ടി ചിട്ടിക്ക് ചേർന്നോ? ചിട്ടിക്ക് ചേർന്നത് ഞാൻ സരസമ്മ ചേച്ചിയുടെ വീട്ടിൽ ചിട്ടി പൈസ വാങ്ങിക്കാൻ വേണ്ടി ചെന്നതാ. ആ പട്ടി എന്നെ കടിക്കാൻ ഓടിച്ചെന്ന്. ഭാഗ്യോ പട്ടി കടിക്കാഞ്ഞത്. ജസ്റ്റ് മിസ്. ഇല്ലെന്നുണ്ട് ആ പട്ടിയുടെ മുഖത്ത് അണ്ടർവെയർ വാങ്ങിച്ചിട്ടുണ്ട് ഗതികേട് വന്നേനെ. മനസ്സിലായില്ല. എന്റെ ചന്തി അതിന്റെ വായിലിരുന്നേനെ. അതുകൊണ്ട് ഈ പട്ടി കടിച്ചു നമ്മുടെ ഈ പൊക്കിളിനെ ചുറ്റും ഇങ്ങനെ കുത്തി വെക്കണം. കുത്തി വെക്കണം. പക്ഷെ ഞങ്ങളുടെ അപ്പൂപ്പനെ ഇതുപോലെ പട്ടി അടിച്ച് ഈ ആശുപത്രി കൊണ്ടുപോയപ്പോഴേ പൊക്കിളിനെ ചുറ്റും കുത്താൻ പറ്റിയില്ല. അത് ഈ പ്രായമുള്ളവരല്ലയോ, അപ്പൊ അത് ഇച്ചിരി പാടാത്. അതുകൊണ്ടല്ല, അപ്പൂപ്പന്റെ പുക്കിളും കടിച്ചു പറിച്ചോണ്ടാ പട്ടി പോയത്. പിന്നെ എന്തോരം ചുറ്റോട്ട് കുത്തും. അയ്യോ, ഈ പുക്കിളൊക്കെ പട്ടി കടിക്കും. പിന്നെ ഉടുപ്പിടാതെ പട്ടിയുടെ മുമ്പ് ചെന്ന് അതിനെ കളിപ്പിച്ചതാ. വയറെല്ലാം കൂടി ഇങ്ങനെ ഇരിക്കുന്ന കണ്ടപ്പോഴേ പട്ടി ഓർത്ത് പുതിയ പഗ്ഗായിരിക്കും അതിന് കളിച്ചതായത് തമ്മില്. പട്ടിയെ കുറ്റം പറയാൻ പറ്റത്തില്ല. ഒരു കുഴപ്പമില്ല. വെള്ളം കുടിക്കുമ്പോ ഇവിടെ ഒന്ന് പൊത്തി പിടിക്കണം. ചെറുതായിട്ടൊരു ലീക്ക് ഉണ്ട്, അത്രേ ഉള്ളൂ. ഞാൻ തിരക്കെന്ന് പറയണം. കൊറേ നാളായി കണ്ടിട്ട്. അതൊക്കെ ഞാൻ പറഞ്ഞോളാം. ചിട്ടി പൈസ ഇങ്ങോട്ട് തന്നാട്ടെ. അല്ലേലും ഞാനേ നിന്നെ ഞാന് നോക്കിയിരിക്കുവായിരുന്നു ധനേഷേ.
നോക്കിയിരിക്കാനായിട്ട് ഞാനല്ലല്ലോ ഗാന്ധിജി ഇല്ലയോ? എടാ അതല്ലെന്ന്, നിനക്ക് പൈസ തരാനെ കൊണ്ട് ഞാൻ നോക്കിയിരിക്കുവായിരുന്നു. ഓക്കെ ഓക്കെ. പതിക്കത്. എടാ പിന്നെ ഈ 2025 ഡിസംബർ 31 നീ എനിക്ക് കുറച്ച് പൈസ തരണം, എനിക്കൊരു ആവശ്യമുണ്ട്, അതുകൊണ്ടാ. എനിക്കറിയാം ആവശ്യം എന്തുവാന്ന്. അത് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. അത് പറയേണ്ട കാര്യമില്ലല്ലോ, എനിക്കറിയാലോ, അത് എല്ലാവർക്കും അറിയുന്ന കാര്യം. അത് എന്നാലും നിനക്ക് അങ്ങനെ അറിയാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഡിസംബർ 31 പൈസ വേണമെന്നല്ലേ പറഞ്ഞത്? ആ 2026 കളർ വാങ്ങിക്കാനില്ലേ? എനിക്കറിയാം. 50,000 രൂപ കൊണ്ട് കലണ്ടർ മേടിക്കാൻ. പിന്നെന്തിനാ? എടാ എന്റെ അപ്പച്ചിയുടെ മോടെ കല്യാണം, അപ്പൊ എനിക്ക് കല്യാണം. കൊച്ചിന്റെ കല്യാണമൊക്കെ ആകുമ്പോൾ നമ്മൾ നല്ലപോലെ സഹായിക്കണം. കാരണം സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളവരാകുമ്പോഴേ സഹായിക്കണം നമ്മൾ. അയ്യ അതുകൊണ്ടൊന്നും അല്ല. പിന്നെ? എനിക്ക് കൊടുത്തൊരുങ്ങിപ്പോ നല്ല സാരിയും നല്ല മാലയും വളയൊക്കെ മേടിച്ചു. അത് ശരി, അതിനാണ് ഈ ഒരു വർഷം കൊണ്ട് എന്റെ കൂടെ ചിട്ടി ചേർന്നത്. എടാ എനിക്ക് ആരെയും നോക്കണ്ടല്ലോടാ. പിന്നെ ഞാൻ അടുത്ത വർഷം മുതല് ഒരു ചിട്ടി തുടങ്ങുന്നുണ്ട്. ചേരുന്നു നീ കൂടെ? എന്താ ചിട്ടിയാ? അത് വിളിച്ചിട്ടിയാ, ലേലം. ചിട്ടിയോ? ലേല ചിട്ടി. അതായത് ഞാനൊരു 100 പേരെ ചേർക്കും. 1000 രൂപ വെച്ച് 1 ലക്ഷം രൂപ. നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ നീ വിളിക്കണം. ആരെ? ദൈവത്തെ ലേലം വിളിക്കണമെന്ന്. ലേലം അല്ല, ഈ 100 പേരെന്ന് പറയുമ്പോ 100 പേരെന്ന് പറയുമ്പോ അതിനകത്ത് 1 ലക്ഷം രൂപ വരും. അപ്പൊ 10,000 രൂപ പിടിക്കും, ബാക്കിയേ നിങ്ങൾക്ക് തരത്തുള്ളൂ. 1 ലക്ഷത്തിൽ നിന്ന് 10,000 എത്ര ഉണ്ട്? എത്ര ഉണ്ട് പറ. 1 ലക്ഷത്തിൽ നിന്ന് 10,000 എത്ര ഉണ്ട്? അത് കിട്ടും നിങ്ങൾക്ക്, പറ. 0 0 0 0 0 1 ലക്ഷത്തിൽ നിന്ന് 10,000 എത്ര ഉണ്ടെന്ന് അറിയത്തില്ലേ? ചുമ്മാ അങ്ങ് ചേർന്നേക്കോ ചിട്ടിക്കില്ലേ? ഇവിടെ ഇരിക്കും, ഞാൻ പറഞ്ഞുതരാം. അല്ല വേണമെങ്കിൽ ഞാൻ ചേരാലോ. വേണ്ട, ഞാൻ പറഞ്ഞുതരാം. ഇത് പഠിപ്പിച്ചിട്ടേ ഞാൻ പോകുന്നുള്ളൂ. നമ്മൾ 100 പേര് 100 പേര് 1000 രൂപ വെച്ച് 1 ലക്ഷം രൂപ ആയോ? 100 പേര് വെച്ച് 1000 രൂപ 6 ലക്ഷം രൂപ. ഇത് 0 പെട്ട് കളിക്കാൻ ഇട്ടേക്കുന്ന 0 അല്ല, വിലയുള്ളതാണ്. അതിനകത്ത് നിന്ന് 10,000 രൂപ ഞാൻ പിടിക്കും. എന്തിനാ? അല്ല എനിക്കെന്തെങ്കിലും വേണ്ടേ? ഇപ്പഴാ മനസ്സിലായി. ബാക്കി എത്ര ഉണ്ട്? ആലോചിച്ച് പറഞ്ഞാൽ മതി, പെട്ടെന്ന് പറയാൻ പറ്റില്ല. നീ നല്ല ബുദ്ധിയുള്ള വേണല്ലേ, നീ പെട്ടെന്ന് പറയാം. എനിക്കറിയാം, പറ. 190. അല്ലടാ അതല്ലല്ലോ. എന്റെ പൊന്ന് വീണേ, 1 ലക്ഷം 100 പേര് 1000 രൂപ വെച്ച 1 ലക്ഷം ആണോ? അത് പറഞ്ഞല്ലോ. ആന്നു. 10,000 രൂപ ഞാൻ പിടിക്കും. ബാക്കി എത്ര ഉണ്ട്? നീ ആ പിടിക്കുന്നതില്ല എനിക്ക് കുഴപ്പം വരുന്നു. ഞാൻ പിടിച്ചില്ല. അതല്ല 10,000 രൂപ. അതോ? അത് എനിക്ക് വേണ്ടതല്ലേ അത്. ഇങ്ങോട്ട് വന്നേ, ഞാൻ പറയട്ടത്. ഇത് കണ്ടോ, ഇത് 90. അത് 90. 4 0 പ്ലസ് ഞാൻ പിടിക്കുന്ന 10,000. ഇനി ഒന്ന് വായിച്ചത്. എനിക്ക് വയ്യടാ. എനിക്ക് ഞാൻ പറയുന്നത് എനിക്ക് അങ്ങ് ടെൻഷൻ വരുമോ നീ? എന്റെ പൊന്ന് വീണേ, നീ പഠിക്കാനൊക്കെ മിടിക്കാന്നല്ലോ നാട്ടുകാർ പറയുന്നത്. പിന്നെ 1 ലക്ഷത്തി ഇങ്ങനെ നമ്മൾ 1 ലക്ഷം വരയ്ക്കത്തില്ലേ? 10,000 പിടിക്കുന്നു, അത്രേ ഉള്ളൂ. അതൊന്ന് നോക്കിക്കൊന്നു. നീ പേരെങ്ങനെ നോക്കൂ. എനിക്ക് കൂടെ കിടക്കാൻ പറ്റത്തില്ല. 1 10 അല്ലയോടാ? 1 ഓ എന്റെ ഭാഗ്യം കണ്ടോ. നീ ഒരു കാര്യം ചെയ്യ്, നീ ആ 1 ലക്ഷം രൂപ എടുത്തു. ഞാൻ അങ്ങ് തന്നേക്ക, നീ എടുത്തു. കഷ്ടപ്പെട്ട് ഞാൻ എങ്ങനെങ്കിലും ഉണ്ടാക്കാടാ. ഇതിലും പാടില്ല അതിന്. നീ എടുത്തോടാ. നിനക്കിത് വേണമിടാ. അച്ഛൻ പറഞ്ഞല്ലേ മര്യാദക്ക് പലചരക്കടയിൽ പോയി എടുത്തു കൊടുക്കുന്ന ജോലി ചെയ്യാൻ. നിനക്ക് വേണം. അവിടെ വാങ്ങി കേട്ടോ, മനസ്സിലായില്ലോടാ. നിനക്ക് വേണമടാ. നിനക്ക് അയ്യോ, അപ്രതീക്ഷിന്റെ തല കാക്കവത്തി മുതലേ വെച്ചോടാ. എന്താ നീ നിന്നെ തന്നെ ഉപദ്രവിക്കുന്നത്? ചേട്ടാ, ഞാനേ ഇവിടെ അടുത്ത് വന്ന ഈ ഇച്ചിരി പിരിവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇവളൊക്കെ ആരും ചീത്തിക്കത്തൊക്കെ ചേർക്കുകയൊക്കെ ചെയ്യൂടാ. എന്ത് വൃത്തികെട്ട പെണ്ണാടാ അത്. നിന്റെ സ്ഥിരം പരിപാടിയാണല്ലോടാ ഇത്. ഒറ്റയ്ക്ക് താമസിക്കുന്ന നല്ല കഴിവും തന്റെ ഉള്ള പെണ്ണുങ്ങളൊക്കെ കുറ്റം പറയുന്നത് നിന്റെ സ്ഥിരം പരിപാടിയാ അല്ലയോ? സ്ഥിരം പരിപാടി. നാട്ടുകാരെല്ലാം പറയുന്നുണ്ട്, എടാ ആ കൊച്ചു ഒറ്റയ്ക്ക് താമസിക്കുന്നു, നല്ല കഴിവും തന്റെ ഉള്ള അച്ഛനും അമ്മയും ഇല്ല, അതിന് നീ താങ്ങുന്നോട്ടല്ലടാ അടുത്ത് നിൽക്കണ്ട. നീ എന്തിനാണ് അവളെ ഉപദ്രവിക്കാൻ ചെല്ലുന്നത്? അച്ഛനും അമ്മ ഇല്ലെന്നില്ല, മരിച്ചില്ലേ? നീ വരത്തനായിട്ടാ നിനക്ക് അറിയാത്തത്. ഇവിടെ അച്ഛനും അമ്മ മരിച്ചൊന്നും അല്ലെന്ന്. പിന്നെ ഇവളെ പേടിച്ച് അകലിയിലേക്കാണ്ട് പോയി വാടകയ്ക്ക് താമസിക്കില്ല. പിന്നെ അത്ര ടീമാണുള്ളത്. ആണോ? പിന്നെ അവരച്ഛന് ഒരു ഗ്ലാസ് കടുങ്കാപ്പി കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ പൈസ വരെ ഇവള് കട്ടക്ക് പിടിച്ച് വാങ്ങിക്കും, അറിയോ? പിന്നെ ഉച്ചയ്ക്കാണെങ്കിൽ ഇവരച്ഛന് ചോറ് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് അറിയോ? എങ്ങനെ? ചോറ് എണ്ണിയാ കൊടുക്കുന്നത്. മട്ടേരി ഇല്ലയോ, അതിൽ ചുമൻ സാധനം ഇല്ലയോ, തവിട് വരെ ഇളക്കി കൊടുത്തിട്ടാ അവരച്ഛന് തിന്നാൻ കൊടുക്കുന്നത്. അങ്ങനെ പോഷകം കയറ്റണ്ടായിരുന്നു. അതൊരു പെണ്ണാപ്പെട്ടു. ഒത്തിരി പെണ്ണാ. അച്ഛനപ്പം ഭയങ്കര വിഷമമാവുമല്ലോ. അവരച്ഛൻ കാരനെ ദൂരെ നിന്ന് കേൾക്കണം. കേഴമാനോ? എന്തുവാ ദൂരെ എന്നാ കരയുന്ന കേൾക്കാന്ന്? അത്രയ്ക്ക് ദ്രോഹം ചെയ്യുന്ന പെണ്ണാണ് അത്. ഇവിടെ നീ വരുകയും ചെയ്തു കേട്ടോ. നീ വരുകയും ചെയ്തു. നീ എന്തോ എവിടെ? നീ എന്തോ അതിന്റെ അവിടെ? ഞാൻ ചെടിക്ക് വെള്ളം. പിന്നെ നീ വളർത്തുന്ന ചെടി ഒന്ന് നോക്കട്ടെ. ഇല്ല, അവിടെ ഇല്ല, ഞാൻ ചവിട്ടി തേച്ച് കളഞ്ഞത്. നീ ഇതിന്റെ ചോട്ട് ഇന്ന് സ്ഥിരം ഇങ്ങോട്ട് നോക്കി വായി വെള്ളം ഇറങ്ങുന്ന പരിപാടിയാണ് നാട്ടുകാർക്ക് മൊത്തം അറിയാം. ഞാനും കാണുന്നുണ്ട് ഇതുവഴി പോകുമ്പോൾ. വേറെ പണിയില്ലോടാ നിനക്ക്? എനിക്ക് പെണ്ണ് കിട്ടത്തില്ല. നിനക്ക് പെണ്ണ് കിട്ടത്തില്ല, കിട്ടത്തില്ല. ഈ സ്വഭാവം കൊണ്ടാ നിനക്ക് കിട്ടാം. സ്വഭാവം കൊണ്ടല്ല, പിന്നെ എന്റെ പേര് കാരണം പെണ്ണ് കിട്ടാതെ. നിന്റെ പേര് നല്ല കിടുക്കൻ പേരാണല്ലോ. ഈ ലോകത്ത് ഒറ്റ ഒരുത്തിനും ഇല്ലാത്ത പേരാ നിന്റെ. അപ്രതീഷ്.
കൊള്ളത്തില്ല അത്. നല്ല പേര്. ഞങ്ങളുടെ അച്ഛനോട് ചോദിച്ചു എനിക്ക് എന്താ ഈ പേരിട്ടെന്ന്. എന്നിട്ട് ഞങ്ങളുടെ അച്ഛൻ പറയാ ഞങ്ങളുടെ അച്ഛന്റെ അമ്മയുടെ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യ രാത്രി കിടന്നപ്പോഴേ ഞങ്ങളുടെ അച്ഛൻ ഞങ്ങളുടെ അമ്മോട് പറഞ്ഞത് 2 കൊല്ലം കഴിഞ്ഞ് മതി നമുക്ക് പിള്ളേരെന്ന്. പക്ഷെ 9ാം മാസം ഞാൻ അപ്രതീക്ഷിതമായിട്ട് ഞാൻ അങ്ങോട്ടായി. അപ്പൊ ആദ്യ രാത്രിയിലെ നിന്റെ അച്ഛൻ വാക്ക് പാലിച്ചു. ഭയങ്കര മിടുക്കണ ഞങ്ങളുടെ അച്ഛൻ. എന്ത് ഇവിടെ ഇല്ലയോ? ഇല്ല കോഴഞ്ചേരി കല്യാണത്തിന് പോയി അച്ഛനും അമ്മ. ആണ് കഴിഞ്ഞ മാസം നീ പറഞ്ഞല്ലോ എങ്ങനെ കല്യാണത്തിന് പോയത്? അന്ന് തിരുവല്ല കല്യാണത്തിന് പോയേക്കായിരുന്നു അച്ഛനും അമ്മ. മിനിഞ്ഞാന്ന് ഞാൻ പെരുവിന് വന്നപ്പോഴും നീ പറഞ്ഞ അച്ഛനും അമ്മ എങ്ങനെ? അത് അന്ന് ഗുരുവായൂർ കല്യാണത്തിന് പോയേക്കുമായിരുന്നു. എന്തൊന്നും കല്യാണത്തിന് വന്ന് നിന്റെ അച്ഛനും അമ്മയും എന്തോട്ടാ ടൂറിസ്റ്റ് ബസ്സാണ്? അവിടെ മ്യൂസിക്കാ ലാഭിച്ചില്ലേ? അതെന്തോ രണ്ടാമത്തെ? ആദ്യത്തെ ഹോൺ അമ്മയുടെയും 2ാമത്തെ ഹോൺ അച്ഛൻ്റെ ആയിരുന്നു. നീ വന്നില്ലേ? നീ പോന്നില്ലേ? അല്ല ഞാനേ പുതിയൊരു ചിട്ടി ഇടുന്നുണ്ടേ. എന്തുവാടാ? അല്ല പുതിയൊരു വിളിച്ചിട്ടി ഇടുന്നുണ്ട്. അവളെ ചേർക്കാൻ വേണ്ടി വന്നില്ലേ? നീ ചേരുന്നു? ഓ ഞാൻ കണ്ടായിരുന്നു ഇവിടെ കിടന്ന് മെഴുകുന്നത്. ഞാൻ ചേരുന്നില്ല. നീ പോന്നില്ല? ഞാൻ പറഞ്ഞുതരാം. നീ പോടാ. നീ പോ. നീ പോ. നീ പോ ആദ്യം. ഓ നീ പോടാ. ഞാനങ്ങ് പോവാ. പോടാ പെരക്കാൻ. യോ യോ ഓടി വരണേ പെരക്കകത്ത് പാമ്പ് 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 ആരെങ്കിലും ഓടി വരണേ ആരെങ്കിലും ഓടി വരണേ ആരെങ്കിലും ഓടി വരണേ ആരെങ്കിലും ഓടി വരണേ ഇത് കേൾക്കാനിരിക്കും അപ്പുറത്തവനെ ഓടി വരും അവന് പെരക്കകത്ത് കയറ്റാൻ കൊള്ളത്തില്ല ആരെങ്കിലും ഓടി വരണേ ആരെങ്കിലും ഓടി വരണേ പെരക്കകത്ത് ധനേഷ് അത് തനിക്ക് അറിയത്തില്ല ധനേഷ് ഞാൻ പേടിച്ചു പോയി പെരക്കകത്തോ? പാമ്പ് കയറി പെരക്കകത്ത്? പാമ്പ് വലിയൊരു പാമ്പ് വലിയൊരു പാമ്പ് എങ്ങനെ അത് പെരക്കകത്ത് കയറിയേ? എങ്ങനെ കയറിയത് പെരക്കകത്ത്? ടോക്കം വെച്ച് കയറ്റുമല്ലായിരുന്നു എങ്ങനെ വന്ന് കയറി വന്നത് അപ്പം എങ്ങനെയുള്ള പാമ്പ കയറിയത്? വലിയൊരു പാമ്പ് കണ്ടാലേ ഷേപ്പ് അറിയാവോ? പിന്നെ മുട്ടന്നായിട്ട് ഇത്രയുണ്ട്. ആണോ? ഇത്രയുണ്ടോ? കഴുത്തിന് മഞ്ഞ വരയുണ്ടായിരുന്നു. എത്രയല്ലത് പാമ്പിന്റെ കഴുത്തിന് മഞ്ഞ വരയുണ്ടായിരുന്നു. ഉണ്ടോ? ഇത്ര നീളമുണ്ടോ? എന്നാ ഉറപ്പിച്ചോ അത് രാജൻ വെമ്പായം. രാജവെമ്പാല. ഒന്ന് പോടാ എനിക്ക് പേടിയാ. നിനക്ക് പറ്റും എനിക്ക് പറ്റത്തില്ല. നീ പോയി നോക്കാം. എനിക്ക് ചെട്ടിപ്പൂര് പോകണമെന്ന്. അങ്ങനെ പറയല്ലേ ഒന്ന് പോയി നോക്കണം ഒന്ന് പോയി നോക്കണം. നോക്കണോ? അപ്പൊ ഒരു കാര്യം ചെയ്യാം. ഈ ഒറ്റയ്ക്ക് പറ്റത്തില്ല. ഞാൻ അവനെ കൂടെ വിളിക്കാം. ആ പ്രതീക്ഷനെ കൂടെ വിളിക്കാം. അവനെ വിളിക്കണ്ട. അവന് വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവനെ അവനെ വിളിക്കണ്ട. ഓ അപ്പൊ വീട്ടിൽ കയറ്റാൻ കൊള്ളുന്ന ആളാണല്ലോ ഇപ്പൊ അകത്തിരിക്കുന്നത്. അവന്റെ സ്വഭാവം ശരിയല്ലെന്ന്. എന്റെ പൊൻവീണേ എന്നുള്ളിൽ പാട്ട് പാടാൻ പറഞ്ഞല്ല. എന്റെ പൊന്ന് വീണേ ഈ ദൂരെ കിടക്കുന്ന മിത്രത്തെക്കാട്ടി നല്ലതാണ് ഈ അടുത്ത് കിടക്കുന്ന ശത്രു. അവനെ വിളിക്കാൻ പാമ്പിനെ പിടിക്കണ്ടെന്ന്. അവനെ വിളിക്കട്ടെന്നാ ഞാൻ പറയത്തുള്ളൂ. ഓ എന്റെ ദൈവമേ എന്തൊരു കഷ്ടമെന്ന് പറഞ്ഞിട്ട് എനിക്ക് തന്നെ പോകാൻ പറ്റത്തില്ല. ഞാൻ അവനെ വിളിക്കാൻ പോയി. പ്രതീക്ഷേ എന്തുവാടോ? ഓ ചെവി പാമ്പ 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 പാടാ പാടാ പാ. എങ്ങോട്ട് പോകാൻ വരാനല്ലോ പറഞ്ഞു. അകത്ത് പാമ്പ് കയറിയെന്ന്. അകത്ത് പാമ്പ് കയറിയോ? എപ്പോഴാ കയറിയേ? എപ്പോഴാ വീണ കയറിയ പാമ്പ് കയറിയേ? എപ്പോഴാ വീണ പാമ്പ് കയറിയേ? എപ്പോഴാ വീണ പാമ്പ് കയറിയേ? എടാ ഞാൻ ഇപ്പൊ അങ്ങോട്ട് പോയില്ലയോ അന്നേരം അത് അതിനകത്ത് ഉണ്ടെന്ന്. എന്താ പാമ്പാ? എന്താ പാമ്പാ? എന്താ പാമ്പാ? എന്തോ പാമ്പന്നറിയോ കയറിയേ? ഞാൻ പറഞ്ഞില്ലയോ രാജവെമ്പാലയാ കണ്ട വിഷമുള്ളവനും തന്നെ. അല്ല മൂക്കമ്പാന്നായിരിക്കും. മൂക്കമ്പാന്റെ അല്ല ഇത് ഭക്തിയുള്ള പാമ്പിന്റെ. ഭക്തിയുള്ള രാവിലെ കുളിച്ച് അമ്പലത്തിൽ പോയി കുറിയും തൊട്ട് പ്രസാദം കൊണ്ട് തന്നു. ഭക്തിയുള്ള പാമ്പ്. ഭക്തി എന്താ ഭക്തിയുള്ള പാമ്പിന്? ഇരിക്കുന്ന സാധനം ഭക്തി. പത്തി പത്തി ഉണ്ടായിരുന്നു. എപ്പോഴായിരുന്നു കയറിയേ? എപ്പോഴാ വീണ കയറിയേ? എപ്പോഴാ വീണ കയറിയേ? എപ്പോഴാ വീണ കയറിയത്? എപ്പോഴാ വീണ കയറിയേ? എടാ അത് എപ്പോഴാ നമ്മൾ അറിയുന്നില്ലല്ലോ. ഞാൻ പെരക്കകത്തോട്ട് കയറിയപ്പോഴത്തേക്ക് ആ കട്ടിലിന്റെ പടിയിൽ ഒരു തിളങ്ങുന്ന ഒരു സാധനം. ആണോ? തിളങ്ങുന്നതാണോ? പോലീസ് അടിച്ച പാമ്പ്. കടിച്ചോ? കടിച്ചോ വീണേ? കടിച്ചോ വീണേ? ഒന്നും ഒന്നും ചെയ്തില്ല. നീ പെട്ടെന്നൊന്ന് പിടിച്ചിറക്ക തുണിയിലങ്ങനെ ഒന്ന് പോയി നോക്കാം. ഞാൻ നോക്കാം. പടിയെടുക്ക്. എന്ത് വലിയ പാമ്പാന്നോ? വലിയ പാമ്പാന്നോ വീണേ? വലിയ പാമ്പാന്നോ വീണേ? വലിയ പാമ്പാന്നോ? വലിയ പാമ്പാ. ഞാൻ കയറി നോക്കാം. ഞാൻ കയറി നോക്കാം. എന്റെ പെരക്കകത്തങ്ങ് കയറണ്ട. അവൻ പോയി നോക്കിക്കോളൂ. പാമ്പ് പാമ്പ് ആദ്യമേ ആദ്യം അടുക്കളയിലായിരിക്കും കയറി. ഞാൻ അടുക്കള നോക്കാം. നീ നോക്ക് നീ നോക്ക്. ഇതൊരു ചെയ്തായിരുന്നു പാമ്പ്. തനി സ്വഭാവം എടുക്കരുത് കേട്ടോ. എന്ത് എന്റെ പൊട്ടി കൊണ്ടാൻ ആരും പറഞ്ഞോ? ഞാൻ അവിടെ കണ്ട് ഒട്ടിച്ച് വെച്ച പൊട്ടല്ലേ ഇത്? സിമ്പിളാണ് വിചാരം. അങ്ങ് പാമ്പിനെ നോക്കിട്ട് ഞാൻ പെരക്കകത്ത് കയറി. പെരക്കകത്ത് കയറി ഞാൻ മുട്ടാതെ ഞാൻ തല്ലി കൊടുക്കാം. പാമ്പ് എന്തോ അടുക്കള കയറിയിട്ടില്ല. അടുക്കള പാമ്പ് കയറിയില്ല. അടുക്കള കയറി നീ ഇത് കയറ്റി വരുന്നില്ല. ഞാൻ പാമ്പിനെ നോക്കാനായിട്ട് പാത്രപ്പുറത്ത് നോക്കി. അടുക്കളപ്പുറത്തിരിക്കുന്ന പാത്രം എല്ലാം തുറന്നു നോക്കി. ഞാൻ നോക്കണ്ടില്ല. പാമ്പില്ലോട്ടെ പോയി നോക്ക് തനേഷ്. കഷ്ടമുണ്ട് തനേഷ്. ഇരുട്ടി വരും. അടുക്കളയോട് ചേർന്ന് കിടക്കുന്ന റൂം ഏതാ? അത് എന്റെ റൂമാണ്. ബെഡ്റൂമാണോ? അന്നാ തുണിക്കട കാണും. ഇപ്പൊ ഞാൻ പൊക്കിക്കൊണ്ട് വരും. അതേ അതേ ഇനെ ഇനെ അതേ പാമ്പ് പെരക്കകത്തൊന്നും പോയില്ലെങ്കിലേ ഇന്ന് വൈകിട്ട് ഞങ്ങളുടെ വീട്ടിൽ വന്ന് കിടക്കാ. അതിലും നല്ലത് ഞാൻ ആ പാമ്പിന്റെ കൂടെ കിടക്കുന്നത്. നിന്റെ അത്രയും വിഷം എന്തോ ആ പാമ്പിനില്ല കേട്ടോ. അല്ല അത് പേടിക്കാതെ ഞങ്ങളെല്ലാം ഉണ്ട് അവിടെ. അച്ഛനൊക്കെ ഉണ്ട്. സംഭവമില്ല. എന്താ സംഭവമില്ല? ഇല്ലേ? ഇല്ല. കഴിഞ്ഞ ദിവസം അമ്പലത്തിൽ പോയിട്ട് ഇത് മിനിഞ്ഞാന്ന് വാങ്ങിച്ചില്ലേ? ഇത് മിനിഞ്ഞാന്നില്ലേ? ഇത് മിനിഞ്ഞാ
ഇതിന്റെ അടിവശം കീറിട്ട് ഇതുവരെ തയ്പ്പിച്ചു. ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ട് തയ്ക്കണം. ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. അല്ല അത് തയ്ക്കാൻ ഇത് കൊടുക്കും. ഇത് ഇടുമ്പഴാ നല്ലത്. ഇത് ഇടുമ്പഴാ കാണാൻ രസം. പറഞ്ഞതിന്റെ തൊടാനെ എനിക്കത് വേണ്ടായിരിക്കത്. ഡ്രസ്സൊക്കെ തൊട്ടാവിട്ടില്ല. പോട്ടോ അവൻ തൊട്ടതോ? ആ അത് മനഃശുദ്ധിയുള്ളവരങ്ങനെ തൊടും. ഞാൻ ഇത് അവിടെ തന്നെ കൊണ്ട് വെച്ചേക്കാം. നോക്കണം, ശരിക്കും നോക്കിയാണ്, ശരിക്കും നോക്കിയാണ്. ഞാൻ എടുത്തോട്ടെ, ഞാൻ എടുത്തോട്ടെ, ഞാൻ എടുത്തോട്ടെ, ഇത് ഞാൻ എടുത്തോട്ടെ. പാമ്പ് കയറി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാ. എന്നാലും പാമ്പ് ഞങ്ങളുടെ പരിക്കാത്ത ഞങ്ങളുടെ അമ്മൂമ്മ അവിടെ കിടന്ന് ഉറങ്ങുമായിരുന്നേ. ഞങ്ങളുടെ അമ്മൂമ്മയുടെ ഇവിടെ പാമ്പ് കയറി കിടന്നേ. ഞങ്ങൾ പെട്ടെന്ന് എടുത്ത് മാറ്റി. അല്ല അപ്പൊ കണ്ട വിഷയമാ, ഭയങ്കര സംശയമാണ് അമ്മൂമ്മ പാമ്പായിട്ട് കിടന്നു കഴിഞ്ഞാൽ അങ്ങനെ വിഷയം ഉണ്ടാവും. അത് കിട്ടിയോടാ? കിട്ടിയോ? ഇല്ല സംഭവം ഇല്ല, അവിടെ ഒന്നും ഇല്ല. പാമ്പില്ലേ അവിടെ? അവിടെ നിന്ന് കാണാൻ വഴി പാമ്പില്ല, പാമ്പ് പോയി. മറ്റേ ഓട്ട പേടിച്ചാ അതാ അതിന്റെ വഴി. ഓട്ടയുണ്ട്, ഞാൻ ഉണ്ടാക്കിയതായിരുന്നു പെരയുടെ. പോയി കാണിച്ചോട്ടല്ലോ. പാമ്പ് അങ്ങനെ വീട്ടിൽ ഇരിക്കത്തില്ല കുറെ നേരം. പാമ്പ് പിന്നെ ആദ്യം ഇറങ്ങി. നേരെ വരുന്നു. എന്തി? നേരെ ഇതിലെ പറയാം, പാമ്പ് വരും. അയ്യോ, അല്ല, പാമ്പ്. അയ്യോ കൊത്തല്ലേ ഞാൻ. പൊങ്ങാൻ വയ്യ, എഴുന്നേക്കാൻ വയ്യ. എന്തോ ചെയ്യാ? എനിക്കൊന്ന് ചാരി ഇരിക്കണം, അത്രേ ഉള്ളൂ. എന്തോ ചെയ്യാനാന്ന് പറ. ഇങ്ങോട്ടിരുന്നോ? അയ്യോ ശ്വാസം കിട്ടുന്നുണ്ടോ? വെള്ളം വല്ലതും വേണോ? ശ്വാസം ഉണ്ടോ? നല്ലതായിരുന്നു. ശ്വാസം ഉണ്ടോ? നല്ലതായിരുന്നു. അല്ല വെള്ളം വല്ലതും വേണോന്നാ? വെള്ളം വേണ്ട. എന്താ? അല്ല എന്റെ കുറെ നാളത്തെ ആഗ്രഹമായിരുന്നു. ഇല്ല പാമ്പിനെ അല്ല നിന്നെ പറ്റി ഞാൻ എന്തുവാണ് വിചാരിച്ചത്? നിന്നെ പോലുള്ള എല്ലാ എണ്ണോ ഇങ്ങനെയാണല്ലോടാ. ചിട്ടി പോട്ടെ, ഇറങ്ങിക്കോണം കേട്ടോ. പോട്ടെ വരുന്ന അടുത്തത് നീ കണക്കാ, അവനും കണക്കാ. അവൻ എന്നോട് എന്തോ വേണ്ടാതീനോ പറഞ്ഞിട്ട് പോയെന്നറിയാവോ? അവന്റെ കുറെ നാളത്തെ ആഗ്രഹമായിരുന്നു. എപ്പോഴും എന്നെ കുറ്റം പറയുന്നു. ഞാൻ ദൂരെ നിന്ന് ചീറ്റത്തേ ഉള്ളൂ. ഇവനെ പോലെ അടുത്ത് വന്ന് കൊത്തുന്നു. നല്ല നല്ല സ്കിറ്റ് ആയിരുന്നു. ഒരു നല്ല ഐഡിയ ആവാം. ബിജിക്കുട്ടൻ ചേട്ടാ, മനോജേ, സുമി, അജേഷേ, ഉഗ്ര സ്കിറ്റ് ആയിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. കാരണം നമ്മള് മതി മറന്നു പോയിട്ടാ. ആദ്യം തന്നെ ഒരു കയ്യടി തരേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊരു കോമ്പറ്റീഷനാണിത്. നിങ്ങൾക്ക് 3 പേർക്കും നല്ല തിരക്കുള്ളതാണ് പ്രോഗ്രാമായിട്ടും. അതുപോലെ ഇപ്പോൾ സിനിമയിൽ 3 പേരുണ്ട്, അങ്ങനെ പരിപാടികൾ. പിന്നെ നമുക്ക് ഈ ഒരു പരിപാടി എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇന്ന് വന്നിട്ട് ചെയ്യുന്നല്ലോ. ഒരുപാട് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ വന്നിട്ട് ഇത് ജോയിൻ ചെയ്യുക, റിഹേഴ്സൽ നടത്തുക, സ്ക്രിപ്റ്റ് എഴുതുക, ഇതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം, അതായത് നമ്മളെന്താണ് ഇവിടെ ചെയ്യേണ്ടത്, അത് നിങ്ങൾ 100, 150 ചെയ്യേണ്ടത്. അതിന് നിങ്ങൾക്ക് പ്രത്യേക ഒരു കയ്യടി തരണം. ഇപ്പം എനിക്ക് തോന്നുന്നത് ഇക്ക ഒരു 5, 6 അല്ലേ സിൽവർ തന്നെയാണ് ഇതിക്ക് മുൻവരെ പോയിക്കൊണ്ടിരുന്നത് അല്ലേ? ശരിയല്ലേ? അതിന് താഴേക്ക് വന്നിട്ടില്ല. അപ്പം നിങ്ങൾ എടുക്കുന്ന എഫേർട്ട് ഭയങ്കരമാണ്. നിങ്ങളിപ്പോൾ അജേഷൊക്കെ സിനിമയിൽ അഭിനയിച്ച് നല്ല തിരക്കോടെ വന്നാക്കാണ്. പക്ഷെ എന്നാലും ഈ ഫ്ലോറിൽ ചെയ്യേണ്ട കാര്യങ്ങൾ അത് എല്ലാവരും ഡൗൺ ആയിട്ട് പറഞ്ഞില്ല കേട്ടോ. നിങ്ങളിൽ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമാണ്. കാരണം ഒരു 5-10 ബാക്ക് ടു ബാക്കായിട്ട് ഇങ്ങനെ സിൽവർ മാത്രം അടിക്കുക, അല്ലെങ്കിൽ പഞ്ചുകൾ മാത്രം അടിക്കുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ കാണിക്കുന്ന ആത്മാർത്ഥത വലിയ ഒരു കയ്യടി അർഹിക്കുന്നത് തന്നെയാണ്. പിന്നെ ഈ സ്കിറ്റിലേക്ക് വരുമ്പോൾ ഈ നമ്മുടെ ക്ലൈമാക്സ് സൂചിപ്പിച്ച പോലെ തന്നെ അകന്ന് നിൽക്കുന്ന മിത്രത്തെക്കാളും അടുത്ത് നിൽക്കുന്ന ശത്രുവാണ് നമുക്ക് ഏറ്റവും വലുത് അല്ലേ? അടുത്ത് കിടക്കുന്നവനെ ഏറ്റവും കൂടുതൽ വരുള്ളൂ. അത് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരു ക്ലൈമാക്സ് ഉണ്ടായിരുന്നിട്ടാ. പിന്നെ മനോജിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആക്ഷൻ കോമഡികൾ വളരെ മനോഹരമായിട്ട് ചെയ്യുന്ന ആളാണ്. പക്ഷേ ഈ ഇപ്പോൾ ഇതിക്ക് മുൻപ് കണ്ട കുറേ സ്കിറ്റുകളിൽ അടിപൊളിയായിട്ട് നമ്മൾ നർമ്മം പറയുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾ മനോജ് നന്നായിട്ട് ആക്ഷൻ കോമഡി ചെയ്യുന്നുണ്ട്. പക്ഷേ ഒന്നിൽ കാണുന്ന സാധനം പിറ്റേന്ന ഒരു സ്കിറ്റിൽ കാണാറില്ല കേട്ടോ. അത് അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട വലിയൊരു കാര്യമാണ്. 3 പേരും നല്ല ഗംഭീരമായിരുന്നു. സുമി നല്ല ഗ്രാൻഡായിട്ട് സെൻട്രലൈസ് നിന്ന് കളിച്ച്. എനിക്ക് തോന്നുന്നത് അജേഷ് ഇപ്പോൾ സിനിമയുടെ ഷൂട്ടിങ് കഴിഞ്ഞിട്ടൊക്കെ വന്നാണ്. വേണമെങ്കിൽ ഒന്ന് ക്ഷീണമൊക്കെ ആയിട്ട് വേണമെങ്കിൽ നിൽക്കാമായിരുന്നു. അല്ലെങ്കിൽ ഞാനില്ല, ഞാൻ ഷൂട്ടിങ് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ടില്ല. അതൊന്നുമില്ല. അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ആത്മാർത്ഥത എന്ന് പറയുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. 3 പേരും അടിപൊളിയായിരുന്നു. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു പ്രസാദ്. പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ഗംഭീര സ്കിറ്റായിരുന്നു, ഗംഭീരമായിരുന്നു കേട്ടോ. വെറൈറ്റി ആയിട്ടുള്ള ഒരു തീമാണ്.
അതിനേക്കാളും ഉപരി നമ്മുടെ ഈ കാലഘട്ടത്തിൻ്റെ ഒരു സ്കിറ്റാണ്. ഈ കാലഘട്ടത്തിൽ ഇപ്പം സ്ത്രീകൾ പെൺകുട്ടികളെല്ലാം പറഞ്ഞു തുടങ്ങിയ ഒരു കാര്യമാണ് എന്തിനാണ് വിവാഹം എന്ന് പറയുന്ന ഒരു ചോദ്യം ഉണ്ടല്ലോ. എല്ലാവരും ചോദിക്കുന്ന ചോദ്യം, ആ ചോദ്യം തന്നെയാണ് സുമി ചോദിക്കുന്നത്. ഈ കാലഘട്ടത്തിലെ പെൺകുട്ടികളുടെ ഒരു പ്രതിനിധിയാണ് സുമി, മനസ്സിലായി. അപ്പോൾ അതാണ് കൊണ്ടുവന്ന് ഒറ്റയ്ക്ക് ജീവിച്ചാൽ എന്താ. പക്ഷെ ഞാനോട് അനുകൂലിക്കുന്നില്ല. പക്ഷേ എങ്കിൽ പോലും പല പെൺകുട്ടികൾക്കും ഇതിൻ്റെ പുറകെ പിടിക്കാൻ പറ്റുന്ന ഒരു നല്ല സുമിക്ക് 2 പിള്ളേരുണ്ട്. അല്ല അതായിക്കോട്ടെ, നമുക്ക് വീണയുടെ കാര്യം പറഞ്ഞു, വീണയുടെ കാര്യം. അതെ അതെ അതെ, ആ കഥാപാത്രം അത് ഈ കാലഘട്ടത്തിൽ ഇങ്ങനൊരു ചോദ്യമുണ്ട് പലരുടെയും. ആ ചോദ്യത്തിനോടൊപ്പം നിന്നു. ഒരു പെൺകുട്ടിയുടെ ചിരി കിട്ടാൻ ഒരു മനുഷ്യന് ഇത്രയൊക്കെ താഴുമോ മനോജ്? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ പേരാണ്. ആ പേര് വരാനായിട്ടുള്ളൊരു കാരണം, അതിൻ്റെ പുറകിലൊരു കഥ അപ്രതീക്ഷിതമായിട്ടുണ്ടായത് കൊണ്ട് ഇട്ടു എന്നുള്ളൊരു പേര്. അത് തന്നെ നല്ലൊരു ഹ്യൂമറാണ്. ആ പേരിലൊരു ഹ്യൂമർ നിങ്ങൾ കൊണ്ടുവന്നു എന്നുള്ളതാണ്. ആ പേരിൻ്റെ പുറകിലൊരു കഥ ഉണ്ടാക്കി. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു മനുഷ്യൻ ഇങ്ങനെ പുറകെ നടന്ന് കരയുന്ന ആ രംഗം എനിക്ക് വളരെയധികം സഹതാപം തോന്നി ഒരു മനുഷ്യനോട്. പിന്നെ ആ കണക്ക് പറഞ്ഞിട്ട് അവർ കണക്ക് കൂട്ടി അവർക്ക് പറയാൻ പറ്റാതെ അവർ ഫോർമേഷൻ മാറി ഇരുന്ന് കിടന്ന് ആ ഒരു വർക്കുണ്ട്. ആ വർക്ക് ഗംഭീരമായിട്ട് ചെയ്തു. എല്ലാം കൊണ്ടും ഗംഭീരമായിരുന്നു കേട്ടോ. നല്ല കൗണ്ടറായിരുന്നു, ഗംഭീര സ്കിറ്റായിരുന്നു. അവസാനം ആ പാമ്പ് വരുമ്പോൾ ഉള്ള ആ വെപ്രാളോ ഓട്ടവും ചാട്ടവും അതും വളരെ മനോഹരമായിരുന്നു. രണ്ട് പിച്ചിലാണ് കളിച്ചത്. ചിലതൊക്കെ എല്ലാവരും നല്ല ഹൈ പിച്ച് കളിക്കല്ലോ. ഒരാൾ അജേഷ് നല്ല ഹൈ പിച്ചിൽ കിടന്ന് ഭയങ്കര ബഹളം, മറ്റൊരാൾ ഭയങ്കര തളർത്തിയിട്ടുള്ള കളി. ആ രണ്ടും കൂടെ ഉള്ളൊരു കോമ്പിനേഷൻ, അതും ഗംഭീരമായിരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഗംഭീരം, അടിപൊളിയായിരുന്നു കേട്ടോ. അജേഷ്, നമ്മുടെ ഈ ഷോയ്ക്ക് എന്താണ് കൊടുക്കേണ്ടത്, എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് നിങ്ങൾ പഠിച്ച ഇവിടുത്തെ ആർട്ടിസ്റ്റുകൾ, ഒരു പ്രധാനപ്പെട്ട ആർട്ടിസ്റ്റാണ് നിങ്ങളത്. അത് നിങ്ങൾ ആ കഴിവോടെ കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഗുണം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. എല്ലാം കൊണ്ടും കേട്ടോ. ഇവിടെ നിന്നും കിട്ടുന്നുണ്ട്, പുറത്തുനിന്നും കിട്ടുന്നുണ്ട്. പിന്നെ ഈ റാമീശയുടെ ഈ താഴോട്ടുള്ള പാട് വായി നോക്കി അത് ഒലിച്ചിറങ്ങി ഉണ്ടായതാണ്. ഞാനതിൽ പൊട്ടിച്ചിരിച്ചു പോയി. അത്രയ്ക്ക് മനോഹരമായിട്ടാണ് നിങ്ങൾ ഈ സംഭവം ചെയ്തത് കേട്ടോ. ഈ സ്ക്രിപ്റ്റ് ആണെങ്കിലും അതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ ഓരോന്നോരോന്ന് ഇപ്പോൾ എല്ലാം അവർ വള്ളിപുള്ളി തെറ്റാതെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ ഇതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും നമ്മൾ തിരഞ്ഞെടുക്കുന്ന സബ്ജക്റ്റിലാണ് ആ കളിച്ചെങ്ങനെ എടുക്കാമെന്ന്. അവിടെ തന്നെ നമ്മൾ പ്ലാനിങ് ആണ്. ഒരു സാധനം നമ്മൾ മനസ്സിൽ കയറുമ്പോൾ തന്നെ ഇതിന്നയാളിത് നമുക്ക് ഈ രീതിയിൽ കൊണ്ടുപോയാൽ ഇത് നന്നാകുമെന്നൊരു മുൻകരുതലോടു കൂടിയാണ് നിങ്ങൾ ഓരോ സ്കിറ്റും പ്ലാൻ ചെയ്യുന്നത്. അതിവിടെ വന്ന് അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് കിട്ടാറുമുണ്ട്. ഇത്രയും മനോഹരമായ സ്കിറ്റുകളായിരിക്കണം ഇനി മുമ്പോട്ടും നിങ്ങളുടെ ഭാഗത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നിങ്ങളിൽ നിന്ന് മാത്രമല്ല, ഇവിടെ വരുന്ന എല്ലാ ടീമുകളിൽ നിന്നും അങ്ങനെയുള്ള പുതുമയുള്ള സാധനങ്ങൾ. കാര്യം കാഴ്ചക്കാർക്ക് എപ്പോഴും പുതുമയാണ് ഇഷ്ടം. എന്തെല്ലാം വെറൈറ്റികൾ നമ്മൾ കൊടുക്കുന്നു അത്രത്തോളം നമ്മളോട് അവരടുക്കും എന്നുള്ളതാണ്. എന്തായാലും വളരെ ഗംഭീരമായിട്ട് 3 പേരും തകർത്ത് അഭിനയിച്ചു. നല്ല സ്ക്രിപ്റ്റ്, നല്ല കൗണ്ടറുകളെല്ലാം. ഓൾ ദ ബെസ്റ്റ് 3 പേർ. താങ്ക് യു. അപ്പോ കൊടുക്കാം, കളങ്ങളിലേക്ക് കിടക്കാം. ആരാണ് ആദ്യം? പ്രസാദം കൊടുക്കട്ടെ. നമുക്കൊരു 20,000 തുടങ്ങാം. 20,000 രൂപ. ഞാനും ഒട്ടും കുറയ്ക്കുന്നില്ല. ഞാൻ 1,000 കൂടെ കൂട്ടി 21,000 രൂപ. 41,000 രൂപ ആയിട്ടുണ്ട്. ബിജുകുട്ടൻ അയച്ചോ? ഞാൻ ഏതായാലും ഈ അപ്രതീക്ഷിന്റെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കട്ടെ. അതിന് മനസ്സിലുള്ള പോലെയൊക്കെ നടക്കട്ടെ. ഓക്കെ, വിട്ട്. ടോട്ടൽ എമൗണ്ട് 75,000 രൂപയുടെ സിൽവർ പഞ്ച്. ഈ മാസിന്റെ അടുത്ത സിൽവർ പഞ്ച് തുടങ്ങൂ. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും വയ്യായിരുന്നു. എനിക്കും സുമിക്കും പനിയായിരുന്നു. അതുകൊണ്ട് കഠിനമായ റിഹേഴ്സൽ ഒന്നും ചെയ്യാൻ പറ്റിയില്ല സത്യം പറഞ്ഞു. നമ്മളിങ്ങനെ ഒരുമിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. റിഹേഴ്സൽ ആയിട്ട് കൂട്ടാം. നമ്മൾ മനസ്സിൽ റിഹേഴ്സൽ ഉണ്ട്. അപ്പം അതുകൊണ്ട് കോമ്പിനേഷൻ ഉള്ളത് കൊണ്ടാണ് അത്. സിനിമയുടെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ടല്ലോ. സിനിമ കഴിഞ്ഞില്ല. അതുകൊണ്ട് ആരൊക്കെയാണ് അഭിനയിക്കുന്ന കൂടെ? അതൊന്നും ആയിട്ടില്ല അവര്. അത് നമുക്ക് സമയം പോലെ അല്ലേ? അത് കമ്പനി അത് ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തിട്ടില്ല. ഓക്കെ. അപ്പൊ ഞാൻ ഇന്നലെ ചോദിച്ചിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞ് അവര് അനൗൺസ് ചെയ്തിട്ട് പിന്നെ നമുക്ക് പറയാമെന്ന് പറഞ്ഞു. വലിയ പടമാണ്. ഓക്കെ. അപ്പം അതിന്റെ അനൗൺസ്മെന്റ് നമ്മൾ കാത്തിരിക്കുന്നു. സുമി, വീണ, ഒരുപാട് സന്തോഷമുണ്ട്. ഈ പറഞ്ഞ ഇവരെ ഈ ധനേഷിനെയും അതുപോലെ അപ്രതീക്ഷിനെ മാത്രമുള്ള കഥയായത്. ബാക്കി എല്ലാ ചേട്ടന്മാരെ അടച്ചു പറഞ്ഞിട്ടില്ല. അല്ല, ഞാൻ വന്ന് നോക്കിയപ്പോ ഇവിടെ മൊത്തം മീൻസ് സന്തോഷം, ഒരുപാട് സന്തോഷമുണ്ട്. മനോജ് സിനിമയിൽ അഭിനയിക്കണോ? സിനിമയുടെ പേര് എനിക്കറിയത്തില്ല. ഇങ്ങനെ ഒരു സംഭവം വന്നിട്ടുണ്ട്. 4-ാം തീയതിയാണ് പോകുന്നത്. ശരി. സുമിയുടെ ഒരു സിനിമ റിലീസിന് വെയിറ്റ് ചെയ്യുന്നുണ്ടല്ലേ? ഇന്നസെന്റ് എന്ന് പറയുന്ന ഒരു പടം. പിന്നെ ആദ്യമായിട്ട് വിദേശയാത്ര പോകല്ലേ? അത് എന്നത്തേനത്? അത് 30-ാം തീയതി വിസ വന്നിട്ടുണ്ട്. ആരൊക്കെയാണ്? ഇങ്ങോട്ടാണ്?
ഞങ്ങൾ 3 ഷാർജ. ഷാർജ. ഓക്കെ പോയിട്ട് അടിച്ചു പൊളിച്ചു വരൂ. അത് ഇതുപോലെ നമ്മുടെ പ്രോഗ്രാം കണ്ടിട്ട് ഫേസ്ബുക്ക് വഴി ബന്ധപ്പെട്ടിട്ട് എന്നെ അങ്ങനെ വിളിച്ചതാണ്. നമ്മൾ ഒരുപാട് പ്രേക്ഷകർ പിന്നെ ഇന്ത്യക്ക് പുറത്തുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നൊക്കെ ഏതൊക്കെ ആർട്ടിസ്റ്റ് അവിടോട്ട് ചെല്ലുന്ന അവരുടെ തട്ടത്തിലേക്ക് ചെല്ലുന്ന ഒരു സ്നേഹം ഇങ്ങനെ നേരിട്ട് കാണുമ്പോൾ അറിയിക്കാറുണ്ട്. അത് പോയി വാങ്ങിച്ചിട്ട് വാ. ഓക്കെ, നമ്മുടെ എല്ലാവരും അന്വേഷണം പറഞ്ഞല്ലേ? അപ്പൊ ഉഷാറായിട്ട് ഇതുപോലെ പഞ്ചുകളുമായിട്ട് കണ്ടത് അടുപ്പിച്ച് എത്രാമത്തെ പഞ്ച ഇവരാണെന്ന് പഞ്ചില് പിന്നെ ആ പഞ്ചില് ഇവരാണ് ഏറ്റവും മുന്നിൽ. അത് ഉറപ്പല്ലേ? അത് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുക. എല്ലാം പഞ്ചടിക്കട്ടെ. ഓക്കെ, അപ്രതീഷ് ശരി. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ നല്ലൊരു ഐറ്റം എടുത്താലോ? കിറ്റ് ഒറ്റയ്ക്ക് വരുന്ന മോൺസ്റ്ററിന്റെ പെർഫോമൻസ് കണ്ടിട്ട് കുറച്ചായില്ലേ ഇത്? തീർച്ചയായും ഒരു പെൺപുലിയാണ് വരുന്നത്, ഒരു പെൺകുട്ടിയാണ് വരുന്നത് ട്രിവാൻഡ്രത്തുനിന്ന്. വിളിക്കട്ടെ. ലെറ്റ്സ് വെൽക്കം ഡോക്ടർ അഖില. ഇതാണ് ഡോക്ടർ അഖില. കുറെ നാളായല്ലോ കണ്ടിട്ട് അഖിലേ. ഇൻസ്റ്റഗ്രാം റീൽസിലൊക്കെ ഇപ്പൊ തരംഗമായിട്ട് ഒരുപാട് പിന്നെ മില്യൺ വ്യൂസ് ഉള്ള റീൽസിന്റെ ഉടമയാണ് ഈ നിൽക്കുന്നത്. ഐറ്റം ഇപ്പൊ കാണുമ്പോ നസീർക്ക് കിളി പോകും. അപ്പൊ ഒരുപാട് വിവരങ്ങൾ ചോദിക്കാതെ അത് കാണുന്നതല്ലേ? തീർച്ചയായിട്ടും നമുക്ക് നസീർക്ക് ഞെട്ടിക്കാം. ഓക്കെ, ആദ്യമായിട്ട് നമുക്ക് ഏവർക്കും പ്രിയങ്കരിയായ നമ്മുടെ ശിവാംഗി കൃഷ്ണകുമാർ. ശിവാംഗി. എല്ലാ മലയാളി മക്കൾക്കും വണക്കം. എല്ലാവർക്കും സുഖാണോ? ഓക്കെ, ജീവചേട്ടാ, നമ്മൾ നേരത്തെ കണ്ടിരുന്നു, ഓർമ്മയുണ്ടോ? പണ്ട് അല്ല, കുറച്ചു മുന്നേ. ആണോ? ഞാൻ അവിടെ നിൽക്കപ്പോൾ ഈ ചേട്ടൻ എന്നോട് പറഞ്ഞു, ഇതല്ല സ്റ്റേജ്, തൊട്ടപ്പുറത്ത് പാട്ടെല്ലാം പാടുന്ന ഒരു സ്റ്റേജ് ഉണ്ട്, അവിടെ ഞാൻ പോണോന്ന്. ഓക്കെ, ഇവിടെ വന്നാല് കുറെ പൈസ കിട്ടുമെന്ന് കേട്ടു. ഞാൻ കോമഡി പറഞ്ഞ പൈസ കിട്ടുമോ? കോമഡി പറഞ്ഞാൽ പൈസ കിട്ടും. എന്നാ ഞാൻ പറയട്ടെ കുറെ കോമഡി. പക്ഷെ സ്ക്രിപ്റ്റ് ഇല്ല. അപ്പൊ ഗ്രൂമേഴ്സിനെ കണ്ട് സ്ക്രിപ്റ്റ് റെഡിയാക്കിട്ട്. ഓക്കെ, ഇവിടെ ഗ്രൂമേഴ്സ് നല്ല കോമഡി പറയുന്ന ഗ്രൂമേഴ്സ് ഉണ്ടോ? ഓക്കെ, എന്നാ രണ്ടുപേരെ വിളിച്ചിട്ട് ഒരു സ്ക്രിപ്റ്റ് ആക്കി എനിക്ക് പൈസ ഉണ്ടാക്കണം. പൈസ കിട്ടും. സ്ക്രിപ്റ്റ് എനിക്ക് 1 woman ഷോ ആയിട്ടെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ 3 പേര് വേണം ഇവിടെ പൈസ കിട്ടുന്നത്. അതെയോ? ഓക്കെ, എന്നോട് ഹാർട്ടിങ്ക തുണ്ടമാ പിഞ്ചു പിഞ്ചു പോയിடுச்சு. இந்த மாதிரி ഒന്നും பேசாதீங்க. അല്ല, അത് കുഴപ്പമില്ല, കാരണം മോണാക്ട് കാണിക്കൂല. അപ്പൊ ഒരാള് തന്നെ എന്നിട്ട് 3 ക്യാരക്ടർ അവതരിപ്പിച്ചാൽ മതി, കുഴപ്പമില്ല. ഞാൻ പാക്കറേൻ. അപ്പൊ പാട്ടില് താൻ പോരെ, കുറച്ച് അപ്പുറം കഴിയുമ്പോ ഞാൻ കോമഡി എല്ലാമായിട്ട് പറയാം. അപ്പൊ തറാം കാശ്. അടിപൊളി. അടുത്തായിട്ട് രഞ്ജിനി ഹരിദാസ് മാം ഇവിടെ വരുന്നാൽ എങ്ങനെ ഇരിക്കും നോക്കാം. നമ്മുടെ സീനിയർ. യെസ്, ഞാൻ നിങ്ങളുടെ സ്വന്തം രഞ്ജിനി ഹരിദാസ് ആണ്. സാറിന് എന്തെങ്കിലും ഗസ്റ്റ് ഉണ്ടോ ഞാൻ എന്തിനാ ഇവിടെ വന്നതെന്ന്? മിമിക്രി അവതരിപ്പിക്കാനായിട്ട്. ഓക്കെ, അത് എന്തായാലും ഉണ്ടായിരിക്കുമല്ലോ. എന്നാലും വേറെ ആങ്കറിങ് ജീവയുടെ പോർഷൻ പിടിച്ചെടുക്കാൻ. എക്സാക്ട്ലി. അതായത് ജീവനെ നമുക്ക് ഇവിടെ നിന്ന് പുറത്താക്കണമെന്ന് കുറെ പേര് എന്നോട് റെക്കമെൻഡ് ചെയ്തിരുന്നു. ഒരുപാട് കമന്റ്സിലൊക്കെ ഞാൻ കണ്ടു. ഞാൻ വെറുതെ പറഞ്ഞ കേട്ടോ. അങ്ങനെയൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ഓക്കെ നമുക്കിവിടെ ഒരു ഷോ ചെയ്യാം. ലെറ്റ്സ് കിക്ക് ഔട്ട് ജീവ. ഓക്കെ, അങ്ങനെ ഒരു ഷോ നമുക്ക് ചെയ്യാൻ ഞാൻ വിചാരിച്ചു. ഓക്കെ, ഒരുപാട് ആങ്കേഴ്സിനെയൊക്കെ കൊണ്ടുവരണമല്ലോ നമുക്ക്. എന്തായാലും ഇത്രയും ഗ്ലാമർ ഉള്ള ആങ്കർ ഒന്നും ഇപ്പൊ നമുക്ക് ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നുന്നേ, അല്ലേ? നിങ്ങൾക്ക് തോന്നേ വേണോ? അല്ല, ഇത്രയും ഗ്ലാമർ എന്ന് ഉദ്ദേശം എന്താണ്? എവിടെ ഗ്ലാമർ? വെറുതെ ചുമ്മാ കിടന്നോട്ടെ. ഇവിടെ വന്ന് അങ്ങനെ പറയരുത്. എന്താണെന്നറിയോ, എനിക്ക് വെക്കുന്ന എനിക്കാണെങ്കിലും ചില ആൾക്കാർക്ക് കൊള്ളും. അതാ. എന്തായാലും എനിക്കിത് ഇഷ്ടപ്പെട്ടു. ഓക്കെ, താങ്ക് യു. എന്നെ ഇവിടെ വിളിച്ചാൽ ഒരുപാട് സന്തോഷം. നേരിട്ട് പറഞ്ഞില്ലെങ്കിലും എനിക്ക് ഈ വഴി അത് അറിയാൻ പറ്റിയല്ലോ. ഇതാണ് നേരത്തെ അവിടെ വെച്ച് സംസാരിച്ചു എന്ന് പറഞ്ഞാലേ. അടുത്തത് നമ്മുടെ എവരുടെയും പ്രിയങ്കരിയായ ഗായിക വൈക്കം വിജയലക്ഷ്മി ചേച്ചി ഇവിടെ വന്നാൽ എങ്ങനെ ഇരിക്കും നോക്കാം. എന്തെങ്കിലും ചോദിച്ചാൽ. ഹലോ ചേച്ചി. എന്തോ ഒത്തിരി കാലമല്ലേ കണ്ടിട്ട്? സന്തോഷം. നല്ല രസമായിട്ട് പോകുന്നു, അടിപൊളിയായിട്ട് പോകുന്നു. പ്രോഗ്രാം ഒക്കെ ഉണ്ടാ? പ്രോഗ്രാം നമ്മുടെ ആകാശത്ത് അല്ല അറബിയിലേക്ക് നമ്മൾ ഓരോ പ്രോഗ്രാം ഒക്കെ ചെയ്യുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. വിജയലക്ഷ്മി മിമിക്രി ചെയ്യുമല്ലോ, പാട്ടല്ലാതെ. ഞാൻ പാരഡി ഒക്കെ പാടും. പാരഡി ഇടയ്ക്കിടയ്ക്ക് പാരഡി ഒക്കെ പാടും. പാരഡി ഇപ്പം ചോദിക്കുമ്പോ എനിക്ക് അങ്ങനെ ഓർമ്മ വരുന്നില്ല. എന്നാലും അത് രണ്ടുപേരും ഒന്ന് പ്ലീസ്. സംഗതി പോയോ പ്രഭാകര ശാസ്ത്രീയ സംഗീതകാര. താങ്ക് യു.
ഞാനിപ്പോ ഈ വിജയലക്ഷ്മിയുടെ സൗണ്ട് പാട്ട് പാടിക്കഴിഞ്ഞപ്പോൾ വേറൊരു സാരം മാനറസം പിടിച്ച് ഭയങ്കര മനോഹരമായിട്ടുണ്ട്. കാരണം നമ്മളൊന്നും ഉഗ്രനാണെന്ന് പറഞ്ഞേക്കുമ്പോൾ തന്നെ അവതരിപ്പിച്ച കാര്യം കഴിഞ്ഞാൽ താങ്ക് യു അത് കറക്റ്റ് ആയിരുന്നു കേട്ടോ. അല്ല ടോട്ടലി നല്ല രസമുണ്ടായിരുന്നു. അത് മൈന്യൂട്ടായിട്ടുള്ള സാധനവും പിടിച്ചു വെച്ച് പറഞ്ഞാൽ നല്ല ഒബ്സർവേഷൻ വാസ് ഗുഡ്. ഇടലല്ലേ? ഓ, ചെയ്ത 3 ഐറ്റം അടിപൊളി. ഇനി എന്താണ് മിമിക് മോർഫിസം എന്നൊരു സംഭവം ചെയ്യാം. അതായത് ഒരേ വോയിസ് ഉള്ള കുറച്ച് സെലിബ്രിറ്റീസിനെ നമ്മൾ അവരുടെ വോയിസിൽ നിന്ന് ഓരോരുത്തരുടെ ആയിട്ടുള്ള ഒരു ട്രാൻസിഷൻസ് ആണ് ചെയ്യുന്നത്. അപ്പൊ ആദ്യം സഞ്ജു സാംസൺ എന്നാണ് തുടങ്ങുന്നത്. ചേട്ടാ സത്യം പറഞ്ഞാ എനിക്കിപ്പോൾ ഇങ്ങനെ ഈ ഒരു ബോൾ കണ്ടാൽ ഞാൻ വേറെ ഒന്നും ചിന്തിക്കില്ല ചേട്ടാ, ഇങ്ങനെ വലിച്ചടിക്കാൻ തോന്നും. പിന്നെ ഞാനിപ്പോഴും ചാരുവിൻ്റെ മേക്കപ്പാണ് ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യുന്നത്. അപ്പം ഈ ഭാര്യമാരുടെ മേക്കപ്പ് യൂസ് ചെയ്യണമെന്ന് എനിക്ക് ജീവ ബ്രോ ആണ് പറഞ്ഞു തന്നത്. ജീവ ബ്രോ ഭാര്യൻ്റെ മേക്കപ്പ് വെച്ചാണ് ഇങ്ങനെ ജീവിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം എൻ്റെ വോയിസ് ചെയ്യുന്ന കുറേ വോയിസ് ചെയ്യാൻ പറ്റും ചേട്ടാ. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഈ സംസാരിക്കുന്നതിനിടയിൽ ഇങ്ങനെ ഒരു സൈഡിലോട്ട് ഇങ്ങനെ പള്ളി ഇങ്ങനെ കടച്ച് പിടിച്ചിട്ട് ഇങ്ങനെ സംസാരിച്ചാൽ ഭീമൻ്റെ കൊണ്ട് സൗണ്ട് കിട്ടും കേട്ടോ. എൻ്റെ മാനാസി വേണ്ട പാടണ്ട. ഇനി കുറച്ചുകൂടെ ഇമോഷണലായിട്ട് ബേസ് ഇട്ട് സംസാരിച്ച എൻ്റെ ലക്ഷ്മി, ഈ വീടിൻ്റെ മഹാലക്ഷ്മി, ഈ കൈ കിടന്ന് പെടഞ്ഞു മാറ്റിയാൽ മറക്കണോന്ന് എന്നാ മറക്കണം. ഈ സൗണ്ട് പറഞ്ഞ് ഒന്ന് ബേസ് ഇട്ട് നീസൽ ടോണും കൂടെ പിടിച്ച് സംസാരിച്ച മധുവിൻ്റെ ശബ്ദം കിട്ടും. ഇത്രയും പവറായിട്ട് സംസാരിച്ച നിങ്ങൾക്ക് എൻ്റെ ശബ്ദം കിട്ടും. ഇനി ഈ ഒരു പവറെങ്ങും മാറ്റി വെച്ച് ഒന്ന് ഇമോഷണലായിട്ട് പാവമായിട്ട് സംസാരിച്ച ബഹുദൂറിക്കാൻ്റെ ശബ്ദം കിട്ടും. എൻ്റെ പൊന്നച്ചാറ്, കോമാളികൾ കരയാൻ പാടില്ല മോനെ. ചാറ് അഹങ്കാരത്തിൽ വിളിച്ച ചാറ് സാറ് സാറ് എന്താ സാറേ മനസ്സിലായോ? കൃഷ്ണ ഗംഗട ഒന്നുമില്ലടാ, നിങ്ങനെ ചുറ്റത്ത് സംസാരിച്ച ചുമ വരും. അപ്പൊ ഞാൻ ചുമയ്ക്കും. അടിപൊളി അടിപൊളി. കൈ നല്ല ഐഡിയ ആവാട്ടോ. കഴിഞ്ഞ വെറൈറ്റീസ് ഇങ്ങനെ ഇന്ന് വന്നോണ്ടിരിക്കും. അല്ല ഇനിയുള്ളത് നമുക്ക് ഐശ്വര്യ ലക്ഷ്മി നിങ്ങൾ ഫേസിൽ എന്ത് അപ്ലൈ ചെയ്താലും യു മസ്റ്റ് ഗിവ് എ ഡബിൾ ചെക്ക് ഓൺ ഇറ്റ് ബിക്കോസ് ക്വാളിറ്റി ഈസ് നോട്ട് എ പ്രോമിസ്. അതുപോലെ തന്നെ ഗട്ട് ഹെൽത്തും, ബിക്കോസ് സ്കിൻ ഈസ് ആക്ച്വലി എ റിഫ്ലക്ഷൻ ഓഫ് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻസൈഡ് ദ ബോഡി. ബിക്കോസ് അത്രയും നല്ല കെയർ കൊടുത്താൽ മാത്രമേ നമ്മുടെ സ്കിന്നിൽ അത്രയും ഒരു പെർഫെക്ഷൻ കിട്ടൂ. നന്നായിട്ട് കഴിക്കുക, നല്ല കാർബ്സ് കുറയ്ക്കുക, പ്രോട്ടീൻസ് നന്നായിട്ട് കഴിക്കുക, വെള്ളം നന്നായിട്ട് കുടിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ഐ തിങ്ക് നല്ലൊരു ഗ്ലോ നിങ്ങളുടെ സ്കിന്നിന് കിട്ടും. പിന്നെ ആണായാലും പെണ്ണായാലും യു മസ്റ്റ് ക്യാരി ദിസ് അഡ്വൈസസ് ഫോർ യുവർ ഹോൾ ലൈഫ്. ഓക്കെ, അടിപൊളി. അടുത്ത് ഇനി ആവാം. പിന്നെ കയ്യിലുള്ള സ്റ്റോക്ക് ഒക്കെ വിനയ് ഫോർട്ടിന്റെ പറയില്ലേ? ഹലോ ജാവ, സോറി ജീവ. എന്തായാലും ഒരുപാട് സന്തോഷം ഈ ഒരു വേദിയിൽ വന്ന് നിൽക്കാൻ സാധിച്ചില്ല. ഇപ്പൊ നല്ല മഴയൊക്കെ അല്ലേ, ഇപ്പൊ എല്ലാവരും രാവിലെ എണീറ്റ് ഓടുക എന്നുള്ളത് ഭയങ്കര പാടുള്ള ഒരു കാര്യമാണ്. എന്നാലും നിങ്ങൾ രാവിലെ എണീറ്റ് ഒരു 2 മണിക്കൂർ ഓടിയാൽ തന്നെ വിത്തിൻ 2 months നിങ്ങൾക്ക് ഇൻഷുറൻസിനുള്ള എല്ലാ സംഭവങ്ങളും നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ചേട്ടന്മാരെല്ലാവരും എന്തായാലും ഓടാൻ ശ്രമിക്കാം. ഓക്കെ, പറയാനുള്ളൂ. താങ്ക് യു. അപ്പോ ആസിഫ് അലി അതൊന്നും ഞെട്ടിക്കെല്ലാവരും. ഹായ്, ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷം കുറേ കാലത്തിന് ശേഷം ഇങ്ങനെ ഫ്ലവേഴ്സിൽ ഇങ്ങനെ വന്ന് നിൽക്കാൻ സാധിച്ചത്. അതുപോലെ തന്നെ എൻ്റെ പുതിയ ഇറങ്ങാൻ പോകുന്ന എല്ലാ ചിത്രങ്ങളും തിയേറ്ററിൽ തന്നെ പോയി കണ്ട് അതിൽ വിജയിപ്പിക്കണം. ഓക്കെ, താങ്ക് യു സോ മച്ച്. എങ്ങനെയുണ്ട്? ഗംഭീരം. ഞാൻ ആദ്യമായിട്ട് കാണുന്നത് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട്. കാര്യം എടുത്തതെല്ലാം വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങളാണ് എടുത്തത്. താങ്ക് യു. ഇത് നമുക്ക് ഇങ്ങനെ ഒരു തോന്നലുണ്ടാകാനുള്ള കാരണം ഇങ്ങനെ ഒരു സ്റ്റാൻഡപ്പ് പോലെ ഇതേപോലെ ആണുങ്ങളാണല്ലോ ഇത് കീഴടക്കി വെച്ചിരിക്കുന്നത്. അതിൽ നിന്നൊരു ലേഡീസ് തിരിഞ്ഞ് ഇങ്ങനെയുള്ള കുറേ ശബ്ദങ്ങൾ പഠിച്ചെടുത്ത് കൂടുതലും ആണുങ്ങളുടെ വോയിസ് ആണ് ഇമിറ്റേറ്റ് ചെയ്യുന്നത്. ഒരു എന്താണ് എനിക്കോണ് ഇവരാണ് ആദ്യമായിട്ട് അങ്ങനെ അല്ലേ ഒരു വോയിസ് ഒക്കെ കൊണ്ടുവന്നത്. കുറച്ച് ആദ്യം മെയിൽ വോയിസിൽ അവതരിപ്പിച്ചു തുടങ്ങിയത് അഖിലയാണ്. ഞങ്ങളൊരു ഫസ്റ്റ് ഇയർ അവിടെ ചേരുമ്പോൾ തന്നെ അല്ലേ 2016 ടൈമിലാണ്. അതെ, ആ ചേരുമ്പോൾ മുതൽ തന്നെ കാണുന്നതാണ്. പലപ്പോഴും പല വേദികളിൽ വെച്ചും കാണാറുണ്ട്. ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. കലാഭമണി മെമ്മോറിയൽ അവാർഡ്, അത് ഇത് മറ്റത് മറിച്ചതും ഒക്കെ. എല്ലാം കാരണം ഇവിടുത്തെ കോമഡി ഉത്സവം എന്നല്ലേ? അതെ അതെ, എന്റെ സ്റ്റെപ്പിംഗ് സ്റ്റോൺ അതാണ്. അത് സാറ് പറഞ്ഞതിൽ തന്നെയാണ് അതിൻ്റെ ഒരു പോയിന്റ് ഇരിക്കുന്നത്. അതായത് മിമിക്രി എന്ന് പറയുന്ന ബോയ്സ് ആണ് ചെയ്യുന്നതെന്നുള്ളൊരു ഒരു സോഷ്യൽ സ്റ്റിഗ്മ എല്ലാവർക്കും ഉണ്ട്. അപ്പം അത് തന്നെയായിരുന്നു എൻ്റെ ഒരു റീസണും. പിന്നെ ആരും എടുക്കാത്ത, പെൺകുട്ടികൾ അധികം എടുക്കാത്തൊരു ഐറ്റം എന്നുള്ള രീതിയിൽ ഞാനൊന്ന് പരീക്ഷിച്ചതാണ് സ്കൂൾ ടൈമിലെല്ലാം. പിന്നെ അതിൽ ഓരോ അപ്ഡേഷൻസ് ചെയ്ത് പോയത്. എന്താ അറിയോ, സിംഗേഴ്സിന്റെ പാട്ട് പാടുകയാണെങ്കിൽ അതും മെയിൽ ടച്ച് ഉള്ളത് കയറ്റിയാണ് പിടിച്ചിരിക്കുന്നത്. ഇപ്പം വൈക്കം വിജയലക്ഷ്മി ചേച്ചി ആണെങ്കിലും ആ ഒരു അതാണ് കൂടുതൽ ഇഷ്ടം ചെയ്യാനായിട്ട്.
ആ ഒരു ബേസ് സൗണ്ട് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് എന്റെ ശബ്ദം. പക്ഷെ സംസാരിക്കുമ്പോ ഇല്ല, സംസാരിക്കുമ്പോ കറക്റ്റ് ഫീമെയിൽ വോയിസ് ആണ്. അത് കുറച്ച് ഡീസെന്റ് ആയിട്ട് എവിടെ അഖില വീട് എവിടെ? ട്രിവാൻഡ്രം. ട്രിവാൻഡ്രത്ത് എവിടെ? ട്രിവാൻഡ്രം നെടുമങ്ങാട്. നെടുമങ്ങാട്. വീട്ടിലാരൊക്കെ ഉണ്ട് അഖിലയുടെ? വീട്ടിൽ അച്ഛൻ, അമ്മ, ഒരു ബ്രദർ ഉണ്ട്. അല്ല ഇനിയും ഉണ്ടല്ലോ അഖില, ഒരുപാട് സ്റ്റാർസ് വേറെ ഉണ്ടല്ലോ, ചെയ്യാറുണ്ടല്ലോ. നമ്മുടെ ഗായത്രി സുരേഷിന്റെ voice ചെയ്യും. അതെനിക്ക് കണ്ണിന്റെ മേലിങ്ങനെ ചെയ്യുന്ന ഇഷ്ടമില്ല കേട്ടോ. പക്ഷെ ശരിക്കും അതൊരു ക്യാരക്ടറിന് ആവശ്യിച്ച് ചെയ്യും, അത്രേ ഉള്ളൂ. പക്ഷെ എനിക്ക് ജീൻസിൻ്റെ കൂടെ മുല്ലപ്പൂലം വെച്ചിട്ടൊരു അറ്റേർ പിടിക്കണമെന്നുണ്ട്. പക്ഷേ അത് മലയാളത്തിൽ ചെയ്യാൻ ധൈര്യമില്ല, കാരണം അതൊരു ആത്മഹത്യാപരമായിട്ടുള്ളൊരു കാര്യം പോവും. പക്ഷെ തെലുങ്കിൽ എനിക്ക് അങ്ങനെ ഒരു സ്പേസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നണേ, അല്ലേ? അപ്പം മലയാളത്തിൽ ചെയ്യാൻ ഒരു ധൈര്യം ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ചെയ്യുന്നില്ല. പക്ഷെ എനിക്ക് ഇഷ്ടമാണോ ഇതൊക്കെ ചെയ്യുന്നത്, ഭയങ്കര ഇഷ്ടമാണ്. തൃശ്ശൂർ ആണ്, നല്ല കാര്യമാവാ. ഒരു 1 hour ഫുൾ ഷോ എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട്? അതെ, ഞാൻ അഖിലാസ് 1 women ഷോ എന്ന് പറഞ്ഞിട്ട് ഒരു ഷോ ഇപ്പൊ ചെയ്യുന്നുണ്ട്. അത് 1 hour ആയിട്ട് കംപ്ലീറ്റ് ഒരു ലൈവ് സ്റ്റേജ് ഷോ ആണ് ചെയ്യുന്നത്. അതിൽ ബീറ്റ് ബോക്സിംഗ്, സ്പോട്ട് ഡബിങ്, മിമിക്രി, ഗാനമേള, മിമിക്രി അങ്ങനെയൊക്കെ ചെയ്തിട്ട് നോൺ സ്റ്റോപ്പ് ആയിട്ട്. അടിപൊളി അടിപൊളി. അപ്പൊ അത് ആർക്കെങ്കിലും ഒക്കെ ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അഖിലെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അല്ലേ? അത് എനിക്കൊന്ന് ഓൾറെഡി അനൗൺസ് ചെയ്താണോ ഇവിടെ? ഞാൻ ഒരു ഷോ ചെയ്തു, ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ നെയ്യാർ ഫെസ്റ്റിൽ ഞാനത് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അടിപൊളി. ഇനി ഒരുപാട് ആൾക്കാരിലേക്ക്, ഒരുപാട് വേദികളിലേക്ക് ആ ഷോ എത്തട്ടെ അല്ലേ? രോഗികളെ നോക്കണ്ടേ? നോക്കാം, സമയം കിട്ടുമ്പോ അല്ലേ? അങ്ങനെയല്ല, ഞാൻ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്ന അതിന് തന്നെയാണ്. പിന്നെ സൈഡിൽ ഇത് കൊണ്ടുപോയില്ലെങ്കിൽ എന്റെ ഒരു കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു. പിന്നെ ഭാവന, കാവ്യമാധവൻ ഇതെല്ലാം ചെയ്യുമായിരുന്നു. ചെയ്യും. അതെ, ഒരട്ടെ ഒരെണ്ണം കേക്കട്ടെ, എല്ലാവരും ഒന്ന് അറിയട്ടെ. എല്ലാവർക്കും നമസ്കാരം, ഞാൻ ഭാവനയാണ്. ഓക്കെ, ചേട്ടൻ പറഞ്ഞോണ്ട് എനിക്ക് സംസാരിക്കാൻ എനിക്ക് പറ്റില്ല, കാരണം അത്രയും ഒരു ലെജൻഡാണ് എന്നോട് ചോദിച്ചത് എന്റെ ശബ്ദം കേൾക്കണമെന്ന്. അപ്പൊ ഞാനത് എങ്ങനെയാണ് പറയണമല്ലോ അല്ലേ? അപ്പൊ എനിക്ക് അത്രയും ഇഷ്ടമാണ് ഇങ്ങനെ മിമിക്രി ചെയ്യാനും കുറേ സാധനങ്ങൾ. അപ്പൊ ആസിഫിന്റെ അടുത്ത് ചോദിച്ചറിയാം, ആസിഫിന് ഞാനൊക്കെ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ മിമിക്രി ഒക്കെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാറുണ്ട് കുറെ കാലമായിട്ട്. ഓക്കെ, താങ്ക് യു. അല്ല, അപ്പൊ അഖില വീണ്ടും വന്നതിൽ വളരെ സന്തോഷം. അതിലേറെ സന്തോഷം ഡോക്ടറായി എന്ന് പറഞ്ഞാൽ വളരെ വളരെ സന്തോഷം. ഇപ്പൊ പറഞ്ഞത് അതിനാണ് ഏറ്റവും കൂടുതൽ ഇത് കൊടുക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക്, കാരണം ഇത് കളഞ്ഞിട്ടില്ലല്ലോ, കാരണം ഇതൊക്കെ ദൈവികമായി കിട്ടുന്ന ഒരു കലയാണല്ലോ. അതും കൂടി കൂടെ കൊണ്ടു കിടക്കുന്നതിലും 2-3 പ്രാവശ്യം വന്നപ്പോഴും ഒന്നിനൊന്ന് മെച്ചമായിട്ടാണ് അഖില ഇവിടെ പെർഫോം ചെയ്തത്. എന്തായാലും ആ ഒരു മെയിൻ്റെനൻസ് ഇനിയും വരട്ടെ എന്ന് ആശംസിക്കുന്നു. എന്തായാലും വളരെ സന്തോഷം. ഓൾ ദ ബെസ്റ്റ്. ഒന്നും പറയാനില്ല, എനിക്ക് ഒരുപാട് ഞാൻ പ്രോഗ്രാം കണ്ടിട്ടുള്ളതാണ്. കുറേ നാൾ കഴിഞ്ഞ് വീണ്ടും അത് കാണണമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ വന്നപ്പം ഞാൻ വിചാരിച്ചതിൻ്റെയൊക്കെ അതൊക്കെ മേലെയുടെ പോയിപ്പം പാട്ടും പല പല വെറൈറ്റികളൊക്കെ കണ്ടുപിടിച്ചിരിക്കുകയാണ്. ആളൊരു ഡോക്ടറായി, പണ്ട് തീരെ കൊച്ചുകുട്ടിയായിരുന്നു, ഇപ്പോൾ നല്ല ഗ്ലാമറൊക്കെ ആയിട്ടുണ്ട്, സുന്ദരിയായിട്ടുണ്ട്. അപ്പോൾ അതിനൊരു പ്രത്യേക കയ്യടി. പിന്നെ ഒരു പ്രൊഫഷനിലോട്ട് കടന്നതിൻ്റെ ഒരു മെച്യൂരിറ്റിയൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പം മുമ്പ് അങ്ങനെ ആയിരുന്നു, ഇത്ര മെച്യൂർഡ് ആയിരുന്നില്ല. അപ്പോൾ അതിനെല്ലാത്തിനും കൂടെ ഓൾ ദി ബെസ്റ്റ്. പ്രൊഫഷൻ്റെ കാര്യത്തിനും അതെ, അതുപോലെ തന്നെ നമ്മുടെ അതെ കലയുടെ കാര്യത്തിലും എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകട്ടെ. ഞാനൊക്കെ അങ്ങനെ കൊണ്ടുവരുന്നത്. ഞാനൊരു സെയിൽസ് ഓഫീസറായിട്ട് വർക്ക് ചെയ്യായിരുന്നു. ഒരു 10-15 വർഷം അതും മിമിക്രി ഒരുമിച്ചാണ് ഞാൻ കൊണ്ടുപോയത്. പിന്നെ ഒരു പൊസിഷനിൽ എത്തിയപ്പോഴാണ് ഞാൻ എൻ്റെ ജോലിയും ബിസിനസ്സും നിർത്തിയത്. അപ്പോൾ അതുപോലെ അങ്ങോട്ട് മുന്നോട്ട് പോട്ടെ, അടിച്ചു പൊളിച്ച്. താങ്ക് യു. ഞങ്ങളുടെ ഭാഗത്തുനിന്നും ഒരുപാട് സ്നേഹം, ഒരുപാട് താങ്ക്സ്. പിന്നെ അഖിലാസ് 1 women ഷോ അല്ലേ, അതിന് എല്ലാവിധ ആശംസകളും നേരുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇനിയും വരണം ഇവിടെ. ഓക്കെ, നല്ലൊരു കൈ കൊടുക്കാം അഖിലേക്ക്. ദുബായിൽ പുലികൾ ഇറങ്ങുന്നു. തേക്കിൻ കാർഡും ഫ്ലവേഴ്സും ചേർന്നൊരുക്കുന്നു താരമേളവും സംഗീതമേളയും ആരവം നിറയ്ക്കുന്ന കാർണിവൽ രാത്രി. സിനിമയിലെയും രാഷ്ട്രീയത്തിലെയും സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപി ലോകയിലൂടെ ചന്ദ്രയായി അവതരിച്ച കല്യാണി പ്രിയദർശൻ, ത്രസിപ്പിക്കുന്ന പാട്ടിന്റെ മിന്നലോളവുമായി സ്റ്റീഫൻ ദേവസി, ഹരിചരൺ, ഹനാൻ ഷാ, അനില രാജി. കേരള പിറവി ദിനത്തോടനുബന്ധിച്ച് പെരുന്നാളിന്റെ നിറപ്പൊലിമയും ബാൻഡ് സെറ്റിന്റെ ആവേശത്താളം. തേക്കിൻ കാർഡ് കാർണിവൽ 2025 നവംബർ 2 ദുബായ് എറ്റിസലാറ്റ് അക്കാദമി. ഫ്ലവേഴ്സ് കോമഡിയുടെ ഐറ്റം വേറെ. അടുത്ത സ്കിറ്റ് നമ്മുടെ കൊച്ചുപ്രതിവേട്ടനുണ്ട്, സജിച്ചേട്ടനുണ്ട്, കൂടെ ദീപ്തിയുണ്ട്. ഒരു നല്ല ഗൈഡ്. ഒന്നാമത് തലയ്ക്ക് സുഖമില്ലാത്തതാണ്. തലവേദന ഉണ്ടെന്ന് പിന്നെയാണ് തലയിട്ട് അടിക്കുന്നത്. കള്ളനെ പിടിക്കാനല്ലേ ഞാൻ ഓടിയത്. കണ്ടില്ലല്ലേ? നിങ്ങൾ ആ ടാങ്കിന്റെ പുറകിൽ വെച്ച് എന്നെ കണ്ടായിരുന്നോ? ടാങ്കിന്റെ പുറകിൽ ഞാൻ കണ്ടില്ല. എന്നെ കണ്ടില്ലല്ലോ. അവിടെ വെച്ച് പക്ഷെ ഞാൻ കള്ളനെ കണ്ടു. ഞാനും കള്ളനും നേർക്ക് നേരെ ഒന്ന് കണ്ടായിരുന്നു.
ജസ്റ്റ് മിസ്സായി പോയി. എന്തൊരു കഷ്ടം നോക്ക്. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ നമ്മളെ ഈ ഫ്ലാറ്റിന്റെ ബാക്കിൽ കുറെ പൈപ്പ് അടുക്കിയിട്ടിരിക്കുന്നുണ്ടല്ലോ, ആ ബാത്റൂമിന്റെ അവിടെ വെച്ചിട്ട് എന്നെ കണ്ടായിരുന്നോ? കണ്ടില്ല. എന്റെ ചെരുപ്പിന്റെ വള്ളി പൊട്ടിട്ട് ഞാൻ ഓടി എത്തിയപ്പോഴത്തേക്കും കണ്ടില്ല. അവിടെ വെച്ചിട്ട് ഞാൻ ഈ കള്ളനെ കണ്ടു. ഞാനും കൊള്ളാനും കൂടി വന്ന് നേറ്റുമുട്ടി കൊടുത്തല്ലേ നാലഞ്ചെണ്ണ ഇടിച്ച്. പക്ഷെ ജസ്റ്റ് മിസ് പോയി. നമ്മളെ ഫ്രണ്ട് ഗേറ്റിന്റെ അവിടെ വെച്ചിട്ടേ എന്നെ കണ്ടായിരുന്നോ? ഞാൻ ചെരുപ്പിന്റെ വള്ളിട്ട് ഓടി വന്നപ്പോ ഞാൻ കണ്ടായിരുന്നു. ഗേറ്റിന്റെ അവിടെ വെച്ച് ഞാൻ കണ്ടായിരുന്നു. എന്നെ കണ്ട് അപ്പോഴേക്കും കള്ളം മതിയാടി പോയി. അങ്ങ് പോയി, കൈവിട്ട് പോയി. പറഞ്ഞിട്ട് കാര്യമില്ലെന്ന്. അയ്യോ, ടെൻഷൻ അടിക്കണ്ട, നമുക്ക് പരിഹാരം ഉണ്ടാക്കാന്ന്. ഒരു കാര്യം മനസ്സിലാക്കി, ഈ ഫ്ലാറ്റിന്റെ പ്രസിഡന്റ് സെക്രട്ടറി ആയിട്ട് നമ്മൾ ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് ഒരു കൊല്ലോകാമോട്. എന്താ കുഴപ്പം? എന്തോരം പരാതി ഓഫീസിൽ കെട്ടിക്കിടക്കണ. ഇവിടെ വന്ന കള്ളനെ ആരും പിടിക്കണല്ല, എന്തോരം ഒളിഞ്ഞോട്ടക്കാരുണ്ട്, അവരാരും പിടിക്കണല്ല. ഇങ്ങോട്ട് നോക്കേ, നമ്മൾ രണ്ടുപേരും ഒന്നും ചെയ്തില്ല, നമ്മൾ രണ്ടുപേരും നിർത്തി കത്തിക്കുന്ന എല്ലാരും പറഞ്ഞേക്കണേ കേട്ടാ. ഞാനൊരു കാര്യം പറയട്ടെ, ഇനി ആകപ്പാടെ ഒരേ ഒരു പരിഹാരമേ ഉള്ളൂ. എന്താന്ന്? കള്ളനെ പിടിക്കണമെങ്കിൽ നമ്മൾ രണ്ടും ഒരുമിക്കണം. പറഞ്ഞു കയറി പോവേണ്. നിങ്ങൾ പ്രസിഡന്റ്, ഞാൻ സെക്രട്ടറി, നമ്മൾ രണ്ടും കൂടെ ഒന്നിച്ച് നിന്നാലേ കള്ളനെ ഇവരെയൊക്കെ പിടിക്കാൻ പറ്റത്തുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്. പിന്നല്ലാതെ ഞാൻ വേറെന്തോ വിചാരിച്ചു. വേറെന്തോ ചുമ്മാ വിചാരിക്കായിരിക്കും. എന്തൊരു കഷ്ടവും നോക്കി, എനിക്കൊരു സമാധാനം കിട്ടണില്ല. ഇവരോട് ഞാൻ എന്ത് പറയുന്നാണ്? ടെൻഷൻ അടിക്കല്ലേ, ഞാൻ നേപ്പാളിൽ നിന്ന് ഗൂർക്ക ഇറക്കും. എന്തിനാ നേപ്പാൾ വരെ കൂർക്ക മേടിക്കാൻ പോണില്ല? ശശിന്റെ കടയിൽ പോയാ 3 കിലോ 100 രൂപ കിട്ടുമല്ലോ. അത് കൂർക്ക, ഇത് ഗൂർക്ക. രണ്ടിലും വ്യത്യാസമുണ്ട്. ആ വ്യത്യാസമുണ്ട്. മലയാളം പഠിപ്പിക്കണം. ഈ കൂർക്ക കൂർക്ക എന്ന് പറയണല്ലാണ്ട് വല്ല ഒന്നും നടക്കുമെന്ന് പറ. എന്റെ പൊന്നെ, നിങ്ങളൊന്ന് ടെൻഷൻ അടിക്കല്ലേ. ഞാൻ ഇതെല്ലാം ശരിയാക്കാൻ ഗൂർക്ക വരുമെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഞാൻ നേപ്പാളിൽ വിളിച്ച് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ വിളിച്ച ആള് വന്നില്ലെങ്കിൽ ചിലപ്പോ അയാൾ വേറെ ആരെങ്കിലും ഇങ്ങോട്ട് പറഞ്ഞു വിടും. ഉറപ്പല്ലേ? പിന്നെ കള്ളനെയൊക്കെ പിടിച്ചിരിക്കും. എന്റെ സെക്രട്ടറി എത്ര ദിവസം എന്നറിയാവുന്ന സമാധാനമായിട്ട് ഉറങ്ങിയിട്ട് മുഖത്ത് നോക്കി എന്തിനാണ് ഇങ്ങനെ കള്ളം പറയണത്? ഞാൻ കണ്ടോണ്ടിരിക്കുന്നതല്ലേ. ജസ്റ്റ് 2 സെക്കൻഡ് കിട്ടിയ ആ സമയത്ത് ഉറങ്ങിക്കളയും. ഇതാക്കണ്ട, പറഞ്ഞു തന്നില്ല, അപ്പോഴേ ഉറങ്ങി. ഞാൻ ഉറങ്ങിക്കോളാം. കൂർക്ക, എന്റെ പൊന്നു ദൈവമേ, പെടാപ്പാട് പെടുകയാണേ. കൂർക്കയ്ക്ക് എന്തെല്ലാം സൗകര്യം. ടോർച്ച്, കിടക്കാൻ കാട്ടില്, മെത്ത, കുടിക്കാൻ വെള്ളം, വായിക്കാൻ നോവല്. കൊള്ളാലോ. കുറ്റാക്കൂരിരുട്ട്, എങ്ങും നിശബ്ദത, പട്ടികൾ ഊരിയിടുന്നു. സഹായിക്കാൻ വേണ്ടിയിട്ട് 2 കരങ്ങളും നീട്ടി. അനുവദിക്കത്തില്ല, ഞാൻ അനുവദിക്കത്തില്ല. ആര് വന്നാലും ഞാൻ സീരിയസ് ആയിട്ട് പറയുന്നു, അനുവദിക്കത്തില്ല, 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 അനുവദിക്കത്തില്ല. ഗൂർക്കയുടെ വേഷത്തിൽ വന്ന കാരണം കള്ളനാന്ന് ഒരു മനുഷ്യനും പിടികിട്ടിയല്ല. ഇനി പോലീസുകാർ വന്നാൽ തന്നെ ഞാനാണ് ഈ ഫ്ലാറ്റിലെ കൂർക്കാന്ന് അങ്ങോട്ട് കാച്ചും. എന്റെ ദൈവമേ, എന്നോ മുട്ടം ഫ്ലാറ്റാണോ? ഇന്ന് വെളുക്കണയ്ക്ക് മുമ്പ് ഇത് മൊത്തം ഞാൻ വെളുപ്പിക്കും. അമ്പടി കിടുക്കാച്ചി കിടന്നുറങ്ങണ ഉറക്കം കണ്ട ഉറങ്ങടാ, ഉറങ്ങ്. നിക്കവിടെ, പമ്മി എവിടെ കയറി പോവുക? അനുവദിക്കത്തില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അനുവദിക്കത്തില്ല. അയ്യോ, എന്തുണ്ടെങ്കിലും എന്നോട് ചോദിച്ചാൽ ഞാൻ തരത്തില്ലേ. ഇതിപ്പോ ലാഭായില്ലോ. ഇനി ഫ്ലാറ്റിലേക്ക് വലിഞ്ഞു കയറേണ്ട വല്ല ആവശ്യമുണ്ടോ? ഇനി അതിന്റെ മുകളിൽ നിന്ന് തലയെ കുത്തി താഴ്ത്തി ചാടി ഇപ്പൊ കിട്ടണത് എന്നാന്ന് വെച്ചാൽ മേടിച്ചേക്കാം. ഇരിക്കുക, ഇരിക്കാലോ. ഇരുന്നിട്ട് കിടക്കുക, കിടക്കാം. കിടന്നിട്ട് ഉറങ്ങിക്കോ. എന്നാ പോക്കിത്രക്കേ പറയണത്? കട്ടിലിന്റെ അടിയിരിക്കുന്ന തളിക എടുത്തിട്ട് എന്റെ ഫ്രണ്ടിലേക്ക് വന്നാൽ, കട്ടിലിന്റെ അടിയിൽ തളിക 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 വന്നു. അയ്യോ, മെനകെട്ടപ്പര്. അയ്യോ, ആരാ നീ? नेम गुरका हम क्रूर सिंह का नेपाली में गुरका तुम तो मेरा काला पानी नंबर 1 चंद्रकांता दिल वाला दुल्हनिया ले जाएंगे. ധനൊന്നും മിണ്ടാത്ത
ഞാൻ ഒരു നിമിഷം അച്ഛനെ ഓർത്തുപോയി. എന്ത് കാര്യത്തിന്? ആ കള്ളക്കളവ് എന്നെ പഠിക്കാൻ പറ്റുന്ന എനിക്ക് ഇവിടെ എന്തെങ്കിലും ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് എനിക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി, പക്ഷെ ഹിന്ദി പറയുന്നുണ്ട് അങ്ങോട്ട് കിട്ടുന്നില്ല. എന്റെ ദൈവമേ, മണി പോലെ മലയാളം പറഞ്ഞിട്ട് മനസ്സിലാവില്ലേ? പറഞ്ഞോളെ, നീ മലയാളത്തിലാണല്ലോ സംസാരിക്കുന്നത്. അല്ല അത് പറ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ നേപ്പാളി എങ്ങനെ മലയാളം സംസാരിക്കും? मैं घर नेपाल है. ഓക്കെ, मैं तरवाड़ एड़प्पाल हूँ. നമ്മളെ ചെറുക്കായി എടപ്പാള്. അടിപൊളി പക്ഷെ എനിക്ക് അങ്ങോട്ട് വിശ്വാസം പറ്റില്ല. നിനക്ക് നിന്റെ എക്സ്പീരിയൻസ് എന്താണ്? 25 വർഷത്തെ സേവന പാരമ്പര്യമുള്ള അച്ഛന് കൂർക്കയാണ് ഞാൻ. എന്റെ പൊന്നു ദൈവമേ, ISA മാർക്കുള്ള ഒരു കൂർക്കയെ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാ കാണുന്നത്. ഹലോ, ഞാൻ ഏതെങ്കിലും 10 കള്ളന്മാരെ പിടിച്ച് കൂർക്കയായതല്ല. പിന്നെ ഞാൻ പിടിച്ച 10 പേരും കള്ളന്മാരായിരുന്നു. ഇത് രണ്ടും ഒന്നല്ലേ? ഒന്നാണ്. പിന്നെ എന്തിനാ ഇവിടെ കിടന്ന് ഇങ്ങനെ ഉരുട്ടിട്ട് എന്ത് കാര്യം? എങ്ങനെയാണ് ബാക്കി കാര്യങ്ങൾ പറ. അപ്പോ എന്റെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എങ്ങനെയാ? ഫുഡ് ഞങ്ങൾ ഉണ്ടാക്കി തരും, അക്കോമഡേഷൻ നീ ഉണ്ടാക്കി കഴിച്ചോളണം. അതാണ് പറഞ്ഞേ. പിന്നെ എന്റെ താമസം ഉറക്കം. അതെന്താന്നറിയോ? വെല്ലുക്കളി, ചാറ്റിങ്, അത് നിർത്തണം. അപ്പൊ നീ ഉറങ്ങാൻ താമസിക്കത്തില്ല. അതല്ല പറഞ്ഞത്. പിന്നെ എന്താന്ന് പറ. ഞാൻ എവിടെ താമസിച്ചുറങ്ങും? എനക്ക് അതിനല്ലേ ടെന്റ് അടിച്ചിരിക്കുന്നത്. ടെന്റ് വേണ്ട. പിന്നെ എവിടെ കിടക്കും? ഞാൻ ഏതെങ്കിലും അടക്കളപ്പുറത്തോ വീടിന്റെ വരാന്തയിലോ ജനലിന്റെ സൈഡിലൊക്കെ കിടന്നോളാം. അതെന്താ അങ്ങനെ? അതാണ് എന്റെ ട്രെൻഡ്. മനസ്സിലായില്ല. അവിടെയുള്ള കള്ളന്മാരുണ്ടാവില്ലേ, കള്ളന്മാരെ പിടിക്കാനാണ്. കള്ളം പിടിക്കണം. പിന്നെ വേറൊരു കാര്യം, ഇവിടുത്തെ പ്രസിഡന്റ് ഒരു സുന്ദരിയായ പെണ്ണാ. സുന്ദരി എന്ന് പറഞ്ഞപ്പോ വാ ഗുണേക്ക പോലുമായി. അവര് ഞാനുമായിട്ടാണ്. ഇതിനൊക്കെ ഒരു ഒളിവും മറവും വേണ്ട. എന്നോട് പറഞ്ഞിട്ട് വെറുതെ എന്റെ മൈൻഡ് കളയാ. നീ എവിടെ പറഞ്ഞു കയറി പോവാണ്? അവര് പ്രസിഡന്റും ഞാൻ സെക്രട്ടറിയാണ്. ഞങ്ങളാണ് നിന്നെ ഇവിടെ അറേഞ്ച് ചെയ്ത് വരുത്താൻ വേണ്ടിട്ട് ശ്രമിച്ചത്. അതാണ് ഞാൻ പറഞ്ഞത്. ഈ കള്ളനെ കണ്ട എങ്ങനെ തിരിച്ചറിയുന്നു? കള്ളനെ കണ്ടാൽ കള്ളന്മാര് പല വിധമുണ്ട്. ശരിക്കും പറഞ്ഞാൽ മോഷണം ഒരു കലയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഫ്ലാറ്റിന്റെ വാർഷികത്തിന് മെഗാഷോയുടെ ഇടയ്ക്ക് 2 മോഷണം വെച്ചാലോ? നിങ്ങൾ മെഗാഷോ സെറ്റ് ചെയ്തോ? മോഷണത്തിന്റെ കേസ് ഞാൻ ഏറ്റു. നിങ്ങൾ മെഗാഷോ വെച്ചോ? മോഷണത്തിന്റെ കാര്യം ഞാൻ ഏറ്റത്. ഏറ്റല്ല, എനിക്ക് അറിഞ്ഞാൽ മതി. സമാധാനം. അപ്പൊ ഞാൻ പ്രസിഡന്റിനെ വിളിക്കാം. അവരും കൂടെ വന്നാലേ ബാക്കി കാര്യങ്ങൾ ഡീൽ ചെയ്യാം. നമ്മൾ മാത്രം അവരും കൂടെ അനുഭവിക്കണം. പ്രസിഡന്റ്. ഓ, എന്താണ് എന്താണ് പേടിച്ചത്? എന്താണ്? ഇതാരാണത്? നേപ്പാളിൽ നിന്ന് കൂർക്ക. വല്ലതും നടക്കോ? ये बहन, मैं क्रूर सिंह नेपाल का आया गूर्खा है. ഇങ്ങനെ വന്നിട്ടേ എന്റെ സെക്രട്ടറി, ഇയാൾ കൂർക്ക വരും ഇത് എന്താണ് ഇത്? ഇവിടെ കള്ളം കയറിയിട്ടുണ്ടെന്നും മുളിഞ്ഞോട്ടക്കാരുണ്ടെന്നൊക്കെ ഇയാൾ ആര് പറഞ്ഞ് മനസ്സിലാക്കുന്ന എനിക്ക് എന്ത് അറിയൂ? എനിക്കറിയില്ല. എനിക്കറിയാൻ പറഞ്ഞോട്ടെ. ഇയാളെ പറഞ്ഞു വിടാൻ നോക്കുന്നത്. ഇയാള് കേട്ട എന്റെ ഒരു ഹിന്ദി മനസ്സിലാവൂല. ആര് പറഞ്ഞു? അവൻ നല്ലപോലെ മലയാളം സംസാരിക്കും. മലയാളം മുൻഷിയെ പോലെയാണ്. പിന്നല്ലാതെ ഇയാൾക്ക് കള്ളനെ പിടിക്കാൻ വല്ല അറിയോ? അറിയോന്നോ? അതിനെനിക്ക് എന്റേതായ ചില നിബന്ധനകളുണ്ട്. കേട്ടെ. രാത്രി 7 മണി കഴിഞ്ഞാൽ ഞാൻ ബാറിലായിരിക്കും. എവിടെ? കള്ളനെ പിടിക്കുന്നതിൽ വാപൃതനായിരിക്കും. ആരും എന്നെ ഫോൺ വിളിക്കരുത്, പ്രത്യേകിച്ച് സ്ത്രീകൾ ഒട്ടും വിളിക്കരുത്. വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ നേരം വിളിക്കുന്നവർ അവരായിട്ട് സൊല്ലി കള്ളന്മാരെ കള്ളന്റെ വഴിക്കും പോലും നമ്പർ അവിടെ കൊടുത്തു പോകരുത്. ഓക്കെ, പോയടോ കാര്യങ്ങൾ പറയുമ്പോ ബാക്കി കാര്യങ്ങൾ പറ. ബാക്കി ആഹാരത്തിന്റെ കാര്യം പറ. അപ്പൊ എങ്ങനെയാണ്? നോൺ ആണോ വെജ് ആണോ? ആര് വെച്ചാലും കുഴപ്പമില്ല, വായിലും ഒക്കെ കൊള്ളായിരിക്കണം. അത് ശരിയാക്കി തരാം. കള്ളനെ പിടിച്ചാൽ മതി. കള്ളനെ പിടിച്ചിരിക്കും. പിന്നല്ല, ഞാൻ ഒരു കാര്യം പറഞ്ഞു. ഇവിടുത്തെ സകല മാറ്റർ, എവിടെ സ്വർണ്ണം ഇരിക്കുന്നു, എവിടെ എത്ര ആണുങ്ങളുണ്ട്, എത്ര പേര്, എത്ര മുറികളുണ്ട്, ഇതെല്ലാം എനിക്കറിയണം. ഇതെല്ലാം എത്ര ആണുങ്ങളുണ്ട്, എത്ര പെണ്ണുങ്ങളുണ്ട്, ആണുങ്ങളെപ്പോ കിടക്കും, പെണ്ണുങ്ങളൊക്കെ കിടക്കും, ഇവരുടെ ഫോൺ നമ്പർ എല്ലാം എനിക്ക് വേണം. സ്വർണ്ണമൊക്കെ എവിടെ ഇരിക്കണം, ഇതെല്ലാം എനിക്കറിയണം. സത്യം പറ, ഇയാള് കള്ളനാണ്. പിന്നെ ഈ സ്വർണത്തിന്റെ കേസൊക്കെ ചോദിക്കണ എന്തിനാ? എന്റെ പൊന്നു പെങ്ങളെ, അതല്ല. ഇത്രയും സ്ഥാവര ജംഗമ വസ്തുക്കളൊക്കെ എന്റെ നോട്ടത്തിലല്ലേ ഇരിക്കണേ. അപ്പൊ ഇതൊക്കെ എവിടെയൊക്കെ ഇരിക്കണെന്നുള്ളൊരു ബോധം എനിക്ക് വേണ്ടേ? അതിനു വേണ്ടിയാണ് ഞാൻ ചോദിച്ചത്. എന്തോ ഒരു എനിക്ക് അപ്പളേ എന്ത് സംഭവം? ഗ്രൂപ്പിൽ എന്താണ് മെസ്സേജ് വന്നിട്ടുണ്ടല്ലോ. ഫ്ലാറ്റിൽ ഒരു കൊച്ചു അയച്ചതാ. കള്ളന്റെ ഫോട്ടോ കിട്ടി. കള്ളന്റെ ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. കാണാൻ എനിക്ക് വെറുപ്പാണ്. കണ്ടാലല്ലേ പിടിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് പിടിക്കണേ കള്ളനാ. നോക്ക്, സൂം ചെയ്. നല്ലോണം സൂം ചെയ്. ആ ഉളിഞ്ഞോട്ടക്കാരനാണ്. സൂം ചെയ്. കള്ള സെക്രട്ടറി കള്ളന്റെ കയ്യിൽ താക്കോലേപ്പിച്ചിട്ട് സെക്രട്ടറിയും പ്രസിഡന്റും വിട്ടേണ്ട്. ഇന്ന് ഈ ഫ്ലാറ്റ് ഞാൻ വെളുപ്പിക്കും.
നല്ല ആളെയല്ലേ ഫ്ലാറ്റ് ഏൽപ്പിച്ചേ അല്ലേ ബിജുകുട്ടൻ ചേട്ടാ? പ്രദീപ്, സജി, ദീപ്തി, ഈ പറഞ്ഞോട്ട് കള്ളനെ താക്കോല് ഏൽപ്പിക്കുന്ന ഒരു സംഭവമാണ് ചെയ്തു വെച്ചത് അല്ലേ? പക്ഷെ എനിക്ക് തോന്നുന്നില്ല, ഒരുപാട് തമാശകൾ കൊണ്ടുവരാൻ പറ്റിയൊരു സ്കിറ്റായിരുന്നു തോന്നുന്നുണ്ട്. കാരണം നമ്മുടെ ഈ പ്രദീപിന്റെ വരവൊക്കെ നല്ല കിടിലം വരവായിരുന്നു. കാരണം ലാലേട്ടൻ്റെ ആ സെറ്റപ്പ്, ആ ഒരു കുറിയൊക്കെ തൊട്ടിട്ട് നല്ല എൻട്രി ആയിരുന്നു. കാരണം ലാലേട്ടൻ്റെ നമ്മുടെ രാംദാസ് നമ്മുടെ മനസ്സിൽ കിടക്കണോണ്ടേ അത് വരുമ്പോൾ നമുക്ക് അത് തോന്നും. പക്ഷേ എനിക്ക് തോന്നുന്ന തമാശ കുറഞ്ഞു പോയെന്നുള്ളൊരു പേഴ്സണലായിട്ട് എൻ്റെ ഒരു അഭിപ്രായമാണ്. അപ്പോൾ തമാശ ഉണ്ടാക്കിയിട്ടൊക്കെ നല്ല സ്കിറ്റുകളായിട്ട് വരണം അടുത്ത പ്രാവശ്യം. കാരണം നിസ്സാര ആർട്ടിസ്റ്റുകളല്ലല്ലോ. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. ഒന്ന് തിരുത്തി കുറിക്കണം കേട്ടാ. ഓക്കെ, ഇത് സജിയുടെ ഫസ്റ്റ് ഒരു എൻട്രി വന്നല്ലോ. ആ എൻട്രി വന്നപ്പോൾ തന്നെ അതിൽ തന്നെ ഏകദേശം ഇതിൻ്റെ ഒരു ക്ലൈമാക്സ് പിടി കിട്ടി. കാരണം പുള്ളി ഒരു 2 സ്ഥലത്ത് വെച്ച് എന്നെ കണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അവിടെ തന്നെ കള്ളത്തനമുണ്ട്. അപ്പോൾ കള്ളത്തനം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഏകദേശം പുള്ളിക്കാരൻ അതിനകത്ത് ഒരു ഭാഗമാണ് നമുക്കൊരു മനസ്സിലായി. അത് വേണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അതുണ്ടായിരുന്നെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ നിങ്ങൾ തമ്മിൽ ഡയലോഗിൽ കുറച്ച് ഹ്യൂമർ വരാമായിരുന്നു. പിന്നെ നിങ്ങൾ തമ്മിൽ വേറെ ഒരു ചുറ്റിക്കളി ഇല്ല. ചുറ്റിക്കളി എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അതിനകത്ത് കുറച്ച് ഹ്യൂമർ കൊണ്ടുവരായിരുന്നു. ഇത് നിങ്ങൾ ഭയങ്കര കിരിമ്പാമ്പ് പോലെ നിൽക്കുന്നു ഇടക്ക്. പിന്നെ അവസാനം ഈ പുള്ളി വരുമ്പോഴും പുള്ളി കുറച്ച് കൗണ്ടർ പറയുമെന്ന് ഓർത്തു. പക്ഷെ അതും പറഞ്ഞിട്ടില്ല. പുള്ളി പറഞ്ഞു ഞാൻ ഈ സാധനം കക്കുമെന്ന് പറയുമ്പോൾ വേറെ ആരും ഇല്ല. എന്നാൽ നിങ്ങൾ 3 കൂടെ നിൽക്കുമ്പോഴാണ് ഈ ഒരു കളി നിങ്ങൾക്ക് ശരിക്കും കളിക്കാൻ പറ്റിയൊരു സാധനമായിരുന്നു. പക്ഷെ അത് ഡയലോഗുകളിൽ പക്ഷെ അതും നിങ്ങൾ കളിച്ചില്ല. അവിടെയും നിങ്ങൾ കള്ളനെ കണ്ടുപിടിച്ചെന്ന് പറഞ്ഞ് സജിയുടെ പുറകെ അങ്ങോട്ട് ഓടി. അവിടെയും ഞാനിത് കക്കുമെന്ന് പറഞ്ഞ അവസാനം പുള്ളി ഫിനിഷ് ചെയ്തു. അവിടെയും ഒരു ഹ്യൂമർ വന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ പെർഫോമൻസ് ഒക്കെ നന്നായിരുന്നു കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. ഒരുപാട് പറയാതെ ചുരുക്കി പറയാതല്ല സജി, അതല്ല നല്ലത്. സുഖമായില്ല, അതാണ് സത്യം. സുഖമായില്ല സാധനം. അതെ, നിങ്ങൾ ഇന്ന് ഇതല്ല പ്രതീക്ഷിച്ചത്. ആ പ്രതീക്ഷൻ്റെ 10-1 പോലും വന്നില്ല എന്ന് വേണം പറയാം. അടുത്ത പ്രാവശ്യം നന്നാക്കുക, വൃത്തിയായിട്ട് വരിക. നല്ല ചിരിപ്പിക്കുന്ന ആൾക്കാരല്ലേ. അടുത്ത പ്രാവശ്യം നല്ലൊരു ചിരി വർക്ക് ചെയ്ത് നല്ല കണ്ടന്റുകൾ തപ്പിയെടുത്ത് നല്ല കൗണ്ടറുകൾ നിറച്ച് അടുത്ത പ്രാവശ്യം വരിക. സെറ്റാക്കും. ഓക്കെ അല്ലേ? ഡൺ അല്ലേ? ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. അപ്പൊ ഈ സ്കിറ്റിന്റെ മാർക്സ് ആരാണ് ആദ്യം? ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാനൊരു 3000 രൂപ കൊടുക്കാം. 3000 രൂപ നസീർക്ക. ഞാൻ 3000 രൂപ. ടോട്ടൽ 6000 രൂപ. പ്രസാദായിട്ട് അയച്ചോ എമൗണ്ട്? ബാക്കി ടോട്ടൽ എമൗണ്ട് 10000 രൂപ. ഇതല്ല നമ്മുടെ എമൗണ്ട്. അറിയാലോ? അറിയാം. എല്ലാ പ്രാവശ്യം എല്ലാം ഒത്തുവരണമെന്നില്ല. അതെ, തീർച്ചയായിട്ടും മാത്രം കരുതിയാൽ മതി. ഉഗ്രൻ ഐറ്റമായിട്ട് പറഞ്ഞു. ഉറപ്പായിട്ടും. സംഭവം എന്താണെന്നറിയാവോ? ഇപ്പൊ നസീർക്ക പറഞ്ഞ പോലെ സ്ക്രിപ്റ്റ് റിഹേഴ്സലൊക്കെ ഉണ്ട്. പക്ഷെ എങ്കിലും നമ്മൾ പ്രതീക്ഷിച്ച രീതിയിലേക്ക് ഇത് വർക്ക്ഔട്ട് ആയില്ല എന്നുള്ളതാണ്. അടുത്തതിൽ സെറ്റ് ആക്കിയാൽ ഉറപ്പായിട്ടും കേട്ടാ. അടുത്തതിൽ കലക്കണം. ഓക്കെ. അപ്പൊ അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഗുഡ് നൈറ്റ്.